ഹലോ ഗൈസ്, വാട്ട് ഈസ് അപ്പ്, വെൽക്കം ബാക്ക്. എല്ലാ മാനിപ്രേക്ഷകർക്കും പേഫബിളിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നീഡ് ഫോർ സ്പീഡിൻ്റെ ഓൺലൈനായി ചെയ്ത് നമ്മുടെ കൂടെ നമ്മുടെ ബഡി ഉണ്ട്. ആൻഡ് ലെറ്റ്സ് ഗോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് അതിന് മുമ്പേ ഞാൻ സൗണ്ട് ഒന്ന് സെറ്റ് ചെയ്തോട്ടെ. സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് കുറേ നാളിന് ശേഷമാണ് ഓൺലൈൻ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് മിഷൻസ് ഒക്കെ കളിക്കാം, ഒരു 1.5 മണിക്കൂർ. ആൻഡ് കുറച്ച് പൈസയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, ഹലോ ബ്രോ. ഹലോ. ഹലോ. വാ. എവിടെ ബ്രോ നിൽക്കുന്ന? ഞാൻ കൊണ്ടുവരും. ബ്രോ സ്റ്റാർട്ട് ചെയ്യും. എവിടാ ഈ ഇവന്റ് ഉണ്ടെന്ന് പറഞ്ഞേ? ഇവന്റ് ഉള്ളത് കറക്റ്റ് സ്പോട്ടില് നമ്മുടെ മെയിൻ പാംസിറ്റി റേസ് വരെയുള്ള ഗ്യാരേജിന്റെ ലെഫ്റ്റ് സൈഡായിട്ട്. റേസിന്റെ പേര് അവിടെ നിന്ന് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാറുന്നല്ലേ? ട്രാവൽ ചെയ്യാനായിട്ട് അടുത്തുള്ള സ്പോട്ടൊന്നും ഇല്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് പോലും ഇല്ലല്ലോ, 2 മിനിറ്റ്സ് ഡ്രൈവ് അല്ലേ ഉള്ളൂ. ഇത് അടുത്താണല്ലോ അല്ലേ? സ്ട്രൈറ്റ് കിട്ടോ. വാ, ഓക്കെ, അപ്പം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ചാലഞ്ച് ഓൾ കൊടുക്കണോ പാർട്ടി മാത്രം? ചാലഞ്ച് ഓളാണോ പാർട്ടിയാണോ? പാർട്ടി മതി. അതെ, change cars now. Right, Panda Gamer. Hi bro, what's up man? Hey bros, once again hello. Hi Lenin, what's up man? Fortnite later bro, not now. കൂടെ ആരാ ഉള്ളത് മാൻ? ആൻഡ് എൻ്റെ കൂടെ ബ്രോ ഒരു സാൻഡി എന്ന് പറഞ്ഞൊരു ബ്രോ ആണ് ബ്രോ. PS4 ഞാൻ റീസെൻ്റ്ലി ആഡ് ചെയ്തില്ലായിരുന്നു, ഇന്നലെയാണോ മിനിഞ്ഞാന്ന് സംതിങ്, നമ്മുടെ PS4 ഗ്രൂപ്പിൽ. ഇതിൻ്റെ പാട്ടൊക്കെ ഓഫ് ആക്കിയായിരുന്നു എന്നൊരു സംശയം. ഇതിനായിട്ട് കേൾക്കുന്നില്ല, ദാറ്റ് മീൻസ് ഓഫ് ആയിരിക്കും. ഡ്യൂടെ ലേറ്റർ സോജിലുണ്ടോ ഇപ്പോൾ അവിടെ? സർക്യൂട്ടേഴ്സ് ആണോ? ആന്ന് തോന്നുന്നു. സർക്യൂട്ടാ. ഓക്കെ. ഈ കാർ ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓ ഷിറ്റ്, പറന്നുപോയി. ബ്രേക്കും കിട്ടുന്നില്ല, വളരെ ഇതാണ് ബ്രേക്ക് പിടിക്കാൻ ബുദ്ധിമുട്ട്. എനിക്ക് ഇല്ലാക്കി, ഞാൻ തെറിച്ചു പോയതാണത്. പക്ഷെ ലാൻഡ് ചെയ്ത് ഞാൻ തെറിച്ച് കറക്റ്റ്. പക്ഷെ റോഡിലല്ല, അപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടുത്തെ ഫ്ലോറിലാണ് വന്ന് വീണേ. പക്ഷെ എന്നാലും രക്ഷപ്പെട്ടു, മറിഞ്ഞൊന്നുമില്ല വണ്ടി. അവിടെ ആണെങ്കിൽ സ്ലോ ചെയ്യാനും പറ്റിയില്ല. ബ്രോ 50 റെപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടുവോ ഇത്? അതോ അങ്ങനെ തന്നെ നിൽക്കുമോ? ഇല്ല, 50 മാക്സ് ആണല്ലേ? എനിക്ക് 47 ആയതേ ഉള്ളൂ. കിടക്കുന്നു. അത് ശരി. അയ്യോ, ഐ ആം ഡെഡ്. 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചാലഞ്ച് ഇല്ല, ഒന്നുമില്ല. ഓ
ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ. ആ. ആ. എനിക്ക് ഈ വണ്ടി കുറച്ചുകൂടി ബിൽഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് അതിനു മുമ്പ് അൾട്ടിമേറ്റ് പാർട്സ് എല്ലാം അൺലോക്ക് ചെയ്യണേ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അൾട്ടിമേറ്റ് ചെയ്യാൻ വേണ്ടി ഈ നൈറ്റ് റേസിൽ അതും ചെയ്യാം. പക്ഷെ ആദ്യം കുറച്ച് പൈസ എടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. നൈറ്റ് റേസ്. പക്ഷെ അൾട്ടിമേറ്റും കിട്ടിയിട്ട് ശരിക്കും പറഞ്ഞ കാര്യമില്ല. അൾട്ടിമേറ്റ് പ്ലസ് കിട്ടണം. അൾട്ടിമേറ്റ് പ്ലസ് കിട്ടണോ? വാവ്. അൾട്ടിമേറ്റ് പ്ലസ് നല്ല പാടാണ്. കാരണം ഹീറ്റ് 5 ആയി കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല സീനാണ്. അത് ശരി. ഭയങ്കര പാടാണ്. ഭയങ്കര പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ലോ ഹീറ്റിന്റെ ഒക്കെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. പോയിട്ട് ഇവേഡ് ചെയ്യാലോ. പക്ഷെ ഹീറ്റ് 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാല് നല്ല പാടാണ് ഇവേഡ് ചെയ്യാനായിട്ട്. ചുമ്മാ ഒന്ന് വണ്ടി വന്ന് ഇടിച്ചോണ്ടിരിക്കും. നമുക്ക് തിരിച്ചു പോയി ഇടിച്ച് ബാക്കിയുള്ളവരെ ടൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ് പെട്ടെന്ന് ഡാമേജ് ആവും. നമുക്ക് ഇങ്ങനെ ഡാമേജ് ആവും. ആകപ്പാട് നമുക്ക് നൈറ്റിൽ 3 ടൈം ഡാമേജ് ഇതാക്കാൻ പറ്റുള്ളൂ. 3 പ്രാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഇതില് ഹാൻഡ് ബ്രേക്ക് ഏതായിരുന്നു? ഇതില് വേറെ ഒരു പ്രശ്നമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വണ്ടിയുടെ ഒരു ഏകദേശം ഒരു ഹെഡ് ഏകദേശം ഒരു ഇത് വെച്ചിട്ട് വേണം നമ്മളൊരു, അതായത് വണ്ടിയുടെ ഹെൽത്ത് നമുക്കൊരു നോട്ടം വേണം എപ്പോഴും. കാരണം നമ്മുടെ അൾട്ടിമേറ്റ് പ്ലസിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉള്ള പാർട്സും പോവും. അതെ, എനിക്ക് അത് എപ്പോഴും പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. ലൈക്ക് എപ്പോഴും ലൈക്ക് ഡാമേജ് ആവും കാർ. ഡാമേജ് ആയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇത് പിന്നെ അത്യാവശ്യം ഹൈ മറ്റേ റെപ്പ് ലെവലിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാല് മറ്റേ റിപ്പയർ കിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അത് ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട് സംഭവം ഒരെണ്ണം. ബട്ട് ചില സമയത്ത് എനിക്ക് വർക്ക് ചെയ്തില്ല. അതൊന്നും ലൈക്ക് എത്ര പെർസെന്റേജ് വേണമെന്ന് 50 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നണം ഓൾമോസ്റ്റ് ഒരു 50 കഴിഞ്ഞാൽ എനിക്ക് തോന്നണം ഓൾമോസ്റ്റ് 2 എണ്ണം കിട്ടും. എനിക്ക് 2 എണ്ണം ഉണ്ട്. ഇനിയിപ്പോ എങ്ങനെയാണ്, വേറെ റേസ് നോക്കണോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് റേസസ് നോക്കിയിട്ട് പിന്നെ നമ്മുടെ ഇതിൽ പോവാം. എന്താ പറയാ, ഗരാജിൽ കയറാം. ലൈക്ക് കുറച്ച് കൂടിയ പൈസ ഉള്ള റേസസ് ഒക്കെ ചെയ്തിട്ടേ ഗരാജിലേക്ക് ഒരുമിച്ച് പോവാം. ബ്രോ, ഇതില് കളക്റ്റബിൾ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്തായിരുന്നോ? ഞാൻ ഇവിടെ ഉണ്ട്, താഴെ ഉണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കറങ്ങി വരാം. ശരി, ഞാൻ മറ്റേ ഫ്ലമിംഗോ കളക്ട് ചെയ്യാണ്ട് ഇഷ്ടം പോലെ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ആ റെപ്പ് 50 ആക്കി സ്റ്റോർ ചെയ്ത് തീർത്തു. അതൊന്നും ചെയ്തിട്ടില്ല. ഇത് ഫുൾ, ഈ കാർ ഫുള്ള് അപ്ഗ്രേഡഡ് ആണ്. BMW ലൈക്ക് എന്നെ ഞാൻ തൊട്ടിട്ടില്ല. പാർട്സ് ഒക്കെ എലൈറ്റ് പ്ലസ് ആണ്, അൾട്ടിമേറ്റ് പ്ലസ് ആക്കണം. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് മൂവ് ചെയ്യാം അല്ലേ? ഏതാ ഉള്ളത് നെക്സ്റ്റ്? പൈസ ഇത് തന്നെ കളിക്കാനാണോ? ഈ റേസ് കളിക്കണം? ആ റേസ് അല്ല, ആ റേസ് ഇനി ചെയ്താൽ പൈസ കുറയില്ലേ? ഇല്ല, മറ്റേതല്ല ഇത്. മറ്റേത് സോണിക് അല്ലേ? ഇത് സോണിക്. സ്റ്റാർട്ട് ചെയ്യാം. അതാ നല്ല. ഞാൻ ഈ കാർ തന്നെ കീപ്പ് ചെയ്യാം മാൻ. ഞാൻ ചാറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരാം മാൻ. കൂടെ ആണ് മാൻ. അശ്വിൻ ഷാജി ഹൈ ബ്രോ വാട്സ്ആപ്പ് മാൻ. സാദിഖ് ഹൈ ബ്രോ വാട്സ്ആപ്പ്. അരവിന്ദ് എസ്, ഇത് നീഡ് ഫോർ സ്പീഡ് ഏതാണ് മാൻ? ഇത് നീഡ് ഫോർ സ്പീഡ് ഹീറ്റ് ആണ് ബ്രോ. ഓ വെയിറ്റ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ മറന്നു. ഹേ ഡ്യൂഡ് ഗെയിമിംഗ് സ്റ്റാർ ഹൈ ബ്രോ വാട്സ്ആപ്പ് മാൻ. ഹീറ്റ് പൊളി മാൻ. ഓക്കെ മാൻ. അഭിനവ്, നിന്റെ ഹീറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഡേഞ്ചർ ഗെയിമിംഗ് സ്റ്റാർ ഹൈ ബ്രോ. ശ്രീനിച്ച് രവീന്ദ്രൻ ഹൈ ബ്രോ. ഹലോ, ഈ കാർ അമേസിങ്. യെസ്, ഇത് അഗേര എനിക്ക് സജസ്റ്റ് ചെയ്ത കാറാണ് ബ്രോ. അറിയില്ല, അഗേര എല്ലാം പറയുന്ന കിടുമായിരിക്കും. ഞാൻ വന്നു ആഡം ബ്രോ. ഹേ ജെറിൻ ബ്രോ വാട്സ്ആപ്പ് മാൻ. വെൽക്കം ലക്ഷൻ ബ്രോ. 340 kmph. വാവ് മാൻ. അതൊന്നും ലൈക്ക് എത്ര കയറി പോലും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല ബ്രോ. ഹായ് ബ്രോ. ഹേ അശ്വിൻ. ബ്രോ വാ സ്റ്റാർട്ട്. അശ്വിൻ സിക്ക് ഹായ് ബ്രോ വാട്സ്ആപ്പ്. ആൻഡ് ഡ്യൂഡ് ഹായ് ബ്രോ വാട്സ്ആപ്പ് മാൻ. അശ്വിൻ ബാബ്സ് ഹേ ബ്രോ. ഷർട്ട് നന്നായിട്ടുണ്ട് മാൻ. താങ്ക് യു ബ്രോ. GTA പോലെ മണി കിട്ടും ഇതിൽ GTA കൂടുതൽ പൈസ കിട്ടും ബ്രോ. പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഒരു 1.5 മണിക്കൂർ കളിച്ചപ്പോൾ തന്നെ ലൈക്ക് 1 മില്യൺ ഉണ്ടാക്കി. കോർവെറ്റ് എങ്ങനെയുണ്ട് ബ്രോ? ആ എടുത്താൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. ഒന്ന് നമുക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ടല്ലോ, ഡീലക്സിന്റെ കൂടെ കിട്ടും. അത് ലൈക്ക്
ഫുള്ള് ഡ്രിഫ്റ്റിംഗ് ടൈപ്പ് ഉള്ള ഒരു കാറാണ്. ഓവർ പവേർഡ് ആണ് ആണല്ലേ? എനിക്ക് ലൈക്ക് ഓൾഡ് ടൈപ്പ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് അത് കാണാൻ ലുക്കുണ്ട്. ഇതിനകത്ത് ബോഡി കിറ്റ്സ് അടിപൊളിയായിരുന്നു. അയ്യോ എന്ത് പറ്റി? എവിടെ പോയി? അല്ല എന്റെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റേസ് ബിൽഡ് ആയതുകൊണ്ടേ ഓക്കെ ഓക്കെ. ഓഫ് റോഡ് പണി കിട്ടും. ഓഫ് റോഡിന് കയറൂല ഞാൻ മോസ്റ്റ് ഓഫ് ലൈക്ക് ബിൽഡ് ചെയ്തേക്കുന്ന എല്ലാം റോഡിന് വേണ്ടിയാണ്. ഡ്രിഫ്റ്റ് എനിക്ക് ഇച്ചിരി കൂടെ ഹാർഡായിട്ട് തോന്നി ഇതിൽ. എന്താണ് ബ്രോയുടെ അഭിപ്രായം? ലൈക്ക് യൂഷ്വലി ഒരു കാർ ഗെയിമിനൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ലൈക്ക് അവരുടെ രീതി ഡിഫറെൻ്റ് ആണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഹീറ്റിനെ പറ്റി അഭിപ്രായം പറയാനാണെങ്കിൽ മറ്റേ ഇത്രയും നാള് വന്നിരിക്കുന്ന ഹീറ്റ് എല്ലാം നോക്കുമ്പോൾ ബെസ്റ്റ്. അത് എനിക്കും തോന്നില്ല. പേ ബാക്ക് കളിച്ച ആളാണ്. ഞാനൊക്കെ ബേസിക്കലി ഒരു ഗെയിമർ ആയത് തന്നെ മറ്റേ മോശമൊക്കെ എടുത്തിട്ട് അപ്പം ബീങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു റണ്ണൊക്കെ കഴിഞ്ഞിട്ട് കാർബൺ റൺ ആ സാധനമൊക്കെ കഴിഞ്ഞിട്ട് ഒരു NFSന്റെ റീപ്ലസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഗെയിം. ബാക്കി വന്നിരിക്കുന്ന പേ ബാക്ക് റൈവൽസ് ഇതെല്ലാം ഞാൻ ശരിക്കും വേർത്തത് NFS പേ ബാക്ക് കളിച്ചപ്പോഴാണ്. ഞാൻ ഞാൻ നിർത്തിയാക്കി ഒരു 7-8 എപ്പിസോഡേ കളിച്ചോളൂ. പിന്നെ നിർത്തി ഞാൻ പരിപാടി. ബാക്കിയുള്ളതൊക്കെ കളിച്ചതാണ്. പക്ഷെ എനിക്ക് നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ഗെയിം കളിച്ചതിന്റെ. പേ ബാക്ക് ഒക്കെ തുടങ്ങുമ്പോ അടിപൊളിയായിരുന്നു. തുടങ്ങിയപ്പോഴൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ പിന്നീട് ബോർ അടിച്ചു തുടങ്ങി. ലൈക്ക് ആ സ്റ്റോറി വേറെ രീതിയിലൊക്കെ ഫസ്റ്റത്തെ ഒരു 2-3 ചാപ്റ്റർ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് വളവ് തിരിവാണല്ലോ. റണ്ണൊക്കെ കഴിഞ്ഞിട്ടാണ് റണ്ണാണ് എനിക്ക് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത്. റണ്ണ് ഈ പറഞ്ഞ റണ്ണ് പിന്നെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ലൈക്ക് കുറച്ച് ക്രൈമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ റണ്ണും അതെ ഇതും അതെ ഭയങ്കര ഷോർട്ട് സ്റ്റോറിയാണ്. അതെ അതെ. നമുക്കൊരു ഒറ്റ സ്ട്രക്ചർ ഇവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇവര് അപ്ഗ്രേഡ് ലൈക്ക് അപ്ഡേറ്റ്സ് ഒന്നും കാര്യങ്ങളൊന്നും വരത്തില്ല. ലൈക്ക് എന്തെങ്കിലും ഈവെന്റ്സ് ഒക്കെ വീക്ക്ലി വരുവാണെങ്കിലേ രസമാണ്. ആൾക്കാർ കുറച്ചുകൂടി ആക്റ്റീവ് ആവും. അതൊന്നും ഇവർ ചെയ്യത്തില്ലല്ലോ. പറയാൻ പറ്റില്ല. ചിലപ്പോൾ ന്യൂ DLC എന്തെങ്കിലും കൊണ്ടുവരുമായിരിക്കും. കാരണം ഒരു ഹ്യൂജ് സക്സസ് അല്ലേ ഇവർക്കുണ്ടായത്. അതെ അതെ. നെക്സ്റ്റ് റേസ് ലാംബോ എടുക്കാം. അതാണ് എടുത്തിട്ട് കുറേ ആയി. കുറച്ചുകൂടി രസമാണ് കാണാൻ കൂടി. ഇതിൽ ലൈക്ക് ഓഫ് റോഡിൽ കയറുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതെ. പക്ഷെ ലുക്കുണ്ട്. അതിന്റെ ബോഡി കിറ്റൊക്കെ അടിപൊളി. ഇതേപോലത്തെ തന്നെയാണ് മറ്റേ ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് അത് ഓൾമോസ്റ്റ് അതിന്റെ ഞാൻ ചാടാൻ നോക്കിയത് അവിടെ ഒരു കവർ മറ്റേ NFSലെ വേൾഡ് ലുക്ക് പോലെ തന്നെ ഇത് ഓൾമോസ്റ്റ് ഒരു ഫുൾ സിറ്റി കറങ്ങി വരും. ലൈക്ക് എവിടെ ഇതിന്റെ ഫിനിഷിംഗ് പോയിന്റ് ഞാൻ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക. ലൈക്ക് സെർച്ച് ചെയ്യണം. ഓക്കെ ഓക്കെ. ഞാൻ അവിടെ പോയി ഇടിച്ചു നിന്ന് ഞാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക അവിടെ. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാൻ വേൻ. നല്ല പൈസ കിട്ടി. 77,000. കളറിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മാൻ. എന്തിനാണ് കാറിന് കിട്ടിയുള്ളൂ? ആ അതെ ബ്രോ. എനിക്ക് 81K കിട്ടിയല്ലോ. അതെന്തിൻ്റെയാണ്? ലൈക്ക് ഡീലക്സിന്റെ അല്ലാണോ ഈ ഷോ? Get a 2x drift multiply. Nah. Win 2 races done. Oh, daily challenge is almost done now. Wow. ഡ്രിഫ്റ്റും കൂടി ചെയ്താൽ നെക്സ്റ്റ് ഏതാണ് ഇവന്റ് ഉള്ളത്? എനിക്ക് കളക്റ്റബിൾ ഐറ്റംസ് എല്ലാം കളക്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അത് ചെയ്യണം. വേണമെങ്കിൽ ഇപ്പൊ പോവാം.
അതുപോലെ ഞാൻ ആക്ച്വലി പോകുന്ന വഴിക്കെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ചെയ്ത് പോകുന്നു. ഇനിയിപ്പോ എന്താ ഇനി ഒരു ഇവന്റ് ഒരെണ്ണം നോക്കണം, ലൈക്ക് കുറച്ചുകൂടി ഹൈ പ്രൈസ് തരുന്ന എന്തെങ്കിലും ഉണ്ടോ. 40-50 ഒക്കെ കിടപ്പുണ്ട് കുറേ എണ്ണം. 28 കൊളംബിയ എന്ന് പറഞ്ഞ റേസ് ഉണ്ടല്ലോ 60K കിട്ടുന്ന. കൊളംബിയയോ? അത് എവിടെ ആയിട്ടാണ്? എനിക്ക് കാണിക്കുന്നില്ലല്ലോ അത്. എനിക്ക് നേരെ ഫ്രണ്ടില്, ആപ്പിള് നേരെ ഫ്രണ്ടില്. ഇല്ല, എനിക്ക് വന്നിട്ടില്ല. ഐ തിങ്ക് ലൈക്ക് സ്പ്രിന്റ് റേസ് ആണ്. ഓക്കെ, എനിക്ക് മെർക്യൂറി ആണ് കിടക്കുന്നത് ഏറ്റവും ഇതില്. ഇവിടെ ഇല്ല, എനിക്ക് അവിടെ വന്നിട്ടില്ല. ലൈക്ക് ഐ തിങ്ക് എനിക്ക് അൺലോക്ക് ആവാനുണ്ട്. ഞാൻ അധികം റേസസ് ഒന്നും കളിച്ചില്ല, ഞാൻ സ്റ്റോറി മാത്രം ചെയ്ത് പോയതേ. ചിലപ്പം അതായിരിക്കും. അല്ല, ഞാൻ സ്റ്റോറി ചെയ്ത് തീർത്തേ. ഇവിടെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കിട്ടില്ല, ഇവിടെ റേസ് ഒന്നും കാണില്ല. ഇല്ല, ഒന്നുമില്ല, എം ടി ആണ്. ലൈക്ക് ഞാൻ കുറെ ഇവന്റ്സ് കളിക്കാറുണ്ട്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇൻവൈറ്റ് ചെയ്യണോ? ചെയ്തോ. ഞാൻ കാർ ഒന്ന് ചേഞ്ച് ചെയ്യണം. എനിക്ക് ലംബോർഗിനി എടുക്കാം. ലംബോർഗിനി ഹീറോ ഷമ്മി. ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ? പോളി ഗ്രാഫിക്സ് മാൻ. താങ്ക് യു ബ്രോസ്, താങ്ക് യു മാൻ. ബ്രോ ഫേസ് ക്യാം വെക്കുമ്പോൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കാണാത്തത്? ബ്രോ അത് ഞാൻ ക്രോമാക്കി യൂസ് ചെയ്യുന്നുണ്ട് ബ്രോ. ഞാൻ അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് ബ്രോ എൻ്റെ ചാനലിൽ. ആഹാ, എൻ്റെ വണ്ടിയുടെ കോലം നോക്കിയ ഗൈസ്, ഗ്ലാസ് എല്ലാം പൊട്ടി നശിച്ച്. ടെയിൽ ലൈറ്റ് പൊളിയാണ് ഇതിൻ്റെ. ഞാൻ ഇപ്രാവശ്യം ലാമ്പ് ആണ് എടുക്കാം. ഓഹല്ല, കാർ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കാർ ഓൾറെഡി ഡാമേജ് ആണ്. വാട്ട് എ ഗെയിം മാൻ. ഇറ്റ്സ് നീഡ് ഫോർ സ്പീഡ് ഹീറ്റാണ് ബ്രോ ഇത്. Just man. Vijay B, hi bro, what's up man? Kevlar, hi. ഓടി കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്, ഗ്രീൻ കളർ. ഞാൻ ഈ ലാമ്പ് ഹിടക്കൻ എടുക്കാൻ വേണ്ടിയായിരുന്നു പ്ലാനിങ്, പക്ഷെ എടുക്കാൻ പറ്റിയില്ല. പടക്കം പൊട്ടുവാണ് എക്സോസ്റ്റിൽ നിന്ന്. എനിക്ക് ചേഞ്ച് കാർ ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് വന്നില്ലല്ലോ. ഇത് കൂട്ടാച്ചല്ലേ ബ്രോ, അതോ ഏതാണ് ബ്രോ യൂസ് ചെയ്യുന്ന കാറ്? അയ്യോ, നാശം വന്നു. പിടിക്ക്. മാഷനെ എവിടെ പോകുന്നു? ചെറിയ പണി കൊടുത്തു. ഓടി പറന്നു പോന്നു. സീരിയസ്? ഞാൻ ഇങ്ങോട്ടാ പോയെന്ന് നോക്കിയേ. 1 സെക്കൻഡ്, ഞാൻ എൻ്റെ ചെക്ക് പോയിന്റ് മിസ് ചെയ്ത് ഞാൻ കറങ്ങിയിട്ട് ഓടി വരാം. ഹായ് ബ്രോ. ഓക്കെ, ഞാൻ ഇവിടെ ചെക്ക് പോയിന്റ് മിസ് ചെയ്ത അത് അപ്പുറത്താ. ചിലർ പറന്നു പോകുന്നുണ്ടില്ലേ? ഹായ് ഗൈസ്. ഓക്കെ, ഞാൻ വണ്ടി ഇനി പറക്കാം. വാവ്, സാധനം ഭയങ്കര പവറാണല്ലോ. Let's go guys. Nitrous. ഞാൻ 11th പൊസിഷൻ. വാവ്, ആരെ നിൽക്ക് സാറേ. വണ്ടി ഓൾമോസ്റ്റ് ഹാഫ് ഡാമേജ് ആയിട്ടുണ്ട്. വാവ്, മെർസിഡീസ്. മാക്സ് സ്പീഡാണ് ഗൈസ് നമ്മുടെ. എത്ര കയറാൻ പറ്റും? എന്റെ വണ്ടിയുടെ മാക്സ് എത്ര? എന്റെ മാക്സ് 354 തോന്നുന്നു. collectible items.
നൈട്രസ് വിട്ടത് കറക്റ്റ് ടേണിങ് ഏരിയയിലാണ്. ഐസ് ഇനി നൈട്രസ് പാക്ക് ഇരിപ്പുണ്ട് 3 എണ്ണം. ഫസ്റ്റ് 5% ഡൺ. ഇത് കുറച്ച് ലോങ് റേസ് ആണെന്ന് തോന്നുന്നു അല്ലേ കമ്പയർ ടു ലാസ്റ്റ് നമ്മൾ 2 എണ്ണം ചെയ്ത. Wow. I'm back. Grass. അടിപൊളി ടേൺ വരുന്നുണ്ട്. ഔച്ച്, എനിക്ക് തോന്നി അവിടെ ബ്രേക്കും കിട്ടിയില്ല. നമുക്ക് പോകുന്ന വഴിക്കാം, വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. താങ്ക് യു. 87%. ഡാം 87 ജസ്റ്റ് ഫിനിഷ് ചെയ്തു. അത് ശരി, എത്തുന്നേ ഉള്ളൂ. $97, 500 meter remaining. Okay. Wow. എല്ലാം സ്മാഷ് ചെയ്തിട്ടാ പോയത്. മൊത്തം ഇന്ന് ഫുള്ള് കളിയാണല്ലോ മാൻ. ബ്രോ ഇത് ന്യൂ ഇയർ വരെ ഉള്ളൂ കേട്ടോ, അത് ഞാൻ നിൽക്കുമല്ല. ഓ നമ്മുടെ സാൻഡു ഹായ് പറയണേ ബ്രോ, ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ബ്രോനോട്. നമ്മുടെ ലെനിനാണ്. NFS മോസ്റ്റ് വാണ്ടഡ്. യെസ് ബ്രോ. ആഡം ബ്രോ ഗെയിം പ്ലേ പൊളിയാണ് മാൻ. കട്ടസ് പൊളി മാൻ. താങ്ക് യു ബ്രോ. പേ ബാക്ക് ബോറിംഗ് ആണ് മാൻ. യെസ് ബ്രോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് മാൻ. നീഡ് ഫോർ സ്പീഡ് റൺ പൊളിയാണ് മാൻ. നീഡ് ഫോർ സ്പീഡ് റൺ ചെയ്യാൻ PC കളിച്ചു. ആരെങ്കിലും ഉണ്ടോ? അതാണ് ചില ആൾക്കാർക്ക് ഇപ്പോഴും ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ. മേ ബി ഇല്ല, പേ ബാക്ക് എപ്പോഴും കളിക്കാൻ ഓഡിയൻസ് ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ PS ആ ഒരു PS-ലൊക്കെ അതൊക്കെ ഉള്ളൂ. അതെ, റൈവൽസ് ഇതൊക്കെ ഉള്ളൂ. വേറെ ഇപ്പം അങ്ങനെ റേസിംഗ് ടൈറ്റിൽസ് ഇല്ലല്ലോ. പിന്നെ ഉള്ളത് ഈ സിമുലേഷൻ, ഗ്രാൻഡ് ടൂറിസ്മോ, ഡ്രൈവ് ക്ലബ്ബ് ഇതൊക്കെയല്ലേ ഉള്ളൂ. ആർക്കേഡിഷ് ആയിട്ടുള്ള റേസിംഗ് ഇതൊക്കെയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോഴും ആൾക്കാർ അത് തന്നെ കളിക്കുന്നത്. ശരിയാണ്. എല്ലാവരും കഴിച്ചു വന്നു. ഞാൻ കഴിച്ചില്ല, എനിക്ക് സമയമാവുന്നേ ഉള്ളൂ. ബിറ്റ് പീസ് വാട്സ് അപ്പ്. അശ്വിൻ മുത്തേ സുഖമാണോ? വാ ബ്രോ, നമ്മുടെ പ്രോ പ്ലെയർ ഇവിടെ ഉണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് രാജ്യം വിട്ടാലോ, നൈറ്റിലേക്ക് പോകാം. കുറച്ച് പോലീസ് ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. പോലീസുകാർക്ക് ഒരു പണി കൊടുക്കുന്നത്. റൺ നമുക്ക് ഓടിച്ചു പോവാം, അതോ തൊട്ടടുത്താണ്? കുറച്ച് ഓടിച്ചാൽ മതിയല്ലോ അല്ലേ? അയ്യോ എവിടെ പോയി എൻ്റെ? എനിക്ക് ഓപ്പോസിറ്റാണ് കാണിക്കുന്നത്. ഒന്ന് തിരിക്കട്ടെ ഗ്രാൻഡിലേക്ക്. നമുക്ക് നൈറ്റിലേക്ക് പെട്ടെന്ന് വരാം. കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു കുറച്ച് ദിവസം? അശ്വിൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ബ്രോ. വാവ്, ആരെങ്കിലും ആംബുലൻസ് ഒന്ന് വിളിക്കുമ്പോ എൻ്റെ വണ്ടി വെയിറ്റ്, ഞാൻ ഇങ്ങോട്ടാ പോന്നേ. എൻ്റെ ഓഡിയറിൻ്റെ കുഴപ്പമാണോ അതോ മാപ്പിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണോ? ലൈക്ക് മാപ്പ് ചിലപ്പം ഓപ്പോസിറ്റ് ഒക്കെ കാണിക്കും. ഇതിൻ്റെ GPS നേരത്തെ ഉറക്കാത്തോണ്ടായിരിക്കും. ആയിട്ട് ചാറ്റിലേക്ക് തിരിച്ചു വരാൻ. വെയിറ്റ്, വിജയായി പോയി. വാവ്, എൻ്റെ വാച്ച് ടൈം 1 day hour ആയി. പഴയ അക്കൗണ്ട് കൂടി നോക്കുമ്പോൾ കുറേ ആയി.
ബിഗ് ന്യൂ ഗെയിംസ് വീഡിയോ കണ്ടോ മാൻ? യെസ്, ഇന്ന് കണ്ടായിരുന്നു. നമ്മുടെ ബനാന ഉള്ളത്, ബനാന. എന്തായിരുന്നു അതിൻ്റെ പേര്? മൈ ഫ്രണ്ട്, മൈ ബെസ്റ്റ് ഫ്രണ്ടോ സംതിങ് എന്തോ പേരുണ്ടായിരുന്നല്ലോ. ഹൈദരാബാദിലെത്തി. ഇപ്പം നൈറ്റിലേക്ക് സ്വിച്ച് ചെയ്യട്ടെ. ആരൊക്കെ പറന്നു പോകുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാൻ PS4 തിരിച്ചു വരുന്നത്. ലൈക്ക് സ്റ്റിക്ക് കൊല്ലാതെ ആവുന്നു. ലെറ്റ്സ് ഗോ. ഗരാജിലേക്ക് കയറാം. ആൻഡ് നമുക്ക് കാറൊന്ന് സ്വിച്ച് ചെയ്യാം അതിന് മുമ്പ്. ആൻഡ് അതിന് ശേഷം നമുക്ക് വയസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഇത് ഹെർബി ആണോ? ഇഞ്ചൻ ഔട്ട് കംപ്ലീറ്റ്ലി മാൻ. അത് മിക്കവാറും ഞാൻ ഓടിച്ചു കഴിഞ്ഞാൽ. റഫീഖ് ബ്രോ, ഹായ്, വാട്ട്സ് അപ്പ് മാൻ? ഹൗ ആർ യു മാൻ? ഹൗ ആർ യു ഡൂയിങ് ബ്രോ? ആൻഡ് ഇതിൽ നമുക്ക് ഏറ്റവും നല്ല കാർ യൂസ് ചെയ്യാം. എൻ്റെ ബെസ്റ്റ് കാർ സ്റ്റിൽ ലൈക്ക് ഇപ്പോൾ ഓടിച്ച പോർഷൻ തന്നെയാണ്. ബട്ട് ആ കാർ വേണ്ട, നമുക്ക് വേറെ കാറൊക്കെ യൂസ് ചെയ്യാം. കേട്ടോ, പോർഷ ഒരെണ്ണം കിടപ്പുണ്ട് 366-ൻ്റെ. പിന്നെ ആൻഡ് ഓൾസോ 362-ൻ്റെ ലാമ്പ് കിടപ്പുണ്ട്. ലാമ്പ് കുറച്ചുകൂടി എടുക്കാം. ലാമ്പ് എനിക്ക് കുറച്ചുകൂടി കൺട്രോൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ഫോർ ലാമ്പോ. ഓ 355, അതാണ് മാക്സ് സ്പീഡ്. ഓക്കെ. ഓൺലൈൻ കളിക്കുമോ മാൻ? യെസ് ബ്രോ. ഹേ അജിത് ബ്രോ, വാട്ട്സ് അപ്പ്? Ashwin Pops, hey bro, what's up man? 17 people watching, really? Poly driving man, hey Juice, what's up man? Thank you bro. Car racing ചേട്ടന് നന്നായി സൂട്ട് ആവും man, really? ഞാൻ ആക്ച്വലി അത്ര നല്ലതൊന്നുമല്ല, യുനോ. എന്നൊക്കെ ബെസ്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. ഇപ്പോൾ കറണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾ സൂപ്പറാണ്. നൈറ്റിൽ ചലഞ്ചസ് ഓൺ ആക്കാം, യുനോ. എന്തെങ്കിലും അബദ്ധത്തിൽ വല്ലതും നടക്കുവാണ്. ഇവിടെ നൈറ്റിലേക്ക് ഇറങ്ങിയോ? ബൂം. Mr. Heavy Gaven, Machane, hey bro, what's up man? Welcome to Lakshmi. Akshay KM, hi bro, what's up man? Adam bro, ഓൺലൈൻ കളിക്കുമോ നോക്കട്ടെ മാൻ. ഓൺലൈൻ ഞാൻ കളിക്കാറുണ്ടല്ലോ ബ്രോ, ഉണ്ടായിരുന്നു ബ്രോ. ഞാൻ ആക്ച്വലി കുറേ നാളിന് ശേഷമാണ്, ഐ തിങ്ക് 1 മാസമായെന്ന് തോന്നുന്നു ഇപ്പോൾ Xbox PS4 ഓപ്പൺ ആക്കിയിട്ട്. യെസ്റ്റർഡേ ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. ഡാം, വാട്ട് എ ബിഗ് ലൈ. ഡാം. കാർ ഭ്രാന്തൻ, ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ? എന്തുകൊണ്ട് ബോസ് വിശേഷം? സുഖാണോ? ഓൺ ബേബി. ഓ ഷിറ്റ്. ഹലോ. യെസ് വാ ബ്രോ. യെസ്, ഈ പ്രശ്നം ഇതാണ് ഞാൻ ലാസ്റ്റ് ഈവനിന് എടുക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അന്നേരം നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. അല്ല, അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ടുപേരെ ഓൾറെഡി നമ്മൾ ചാലഞ്ചിൽ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാനും ആക്സെപ്റ്റ് ചെയ്തു, നീ ആക്സെപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മള് രണ്ടുപേരും, അതായത് ടൈം കിട്ടി കാണാൻ മാക്സിമം ആയി കഴിഞ്ഞാല് 1 മിനിറ്റ് എന്നുള്ളത് കൂൾ ഡൗൺ കുറഞ്ഞിട്ട് 8 സെക്കൻഡ് 10 സെക്കൻഡ് ആവും. അതാണ് സംഭവം. ഇനിയിപ്പോ എന്താ പരിപാടി? ഇനി നമുക്ക് കുറച്ച് പോലീസ് ഈവെന്റ്സ് അല്ലെങ്കിൽ ഇത് RP ഉള്ള ഈവെന്റ്സ് നോക്കായിരുന്നു. എവിടെയുള്ള ഈവെന്റ്സ് ഒക്കെ എനിക്കിവിടെ കുറച്ച് കിടപ്പുണ്ട്. ഒരെണ്ണം 4000 കിടപ്പ്. ഇത് ഏറ്റവും ഹയസ്റ്റ് എത്ര ബ്രോ ഈവെന്റ്സിനൊക്കെ? 6000 ഒരെണ്ണം, 6000 13,000 ഒരെണ്ണം കിടപ്പുണ്ട് ബ്രോ. ചെയ്തല്ലോ. ഓക്കെ, ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാം. ഒരു 13,000 RP കിടപ്പുണ്ട്. ഇവിടെ 38K ഉണ്ട്. 38K ഉണ്ട്. ഓ 80യോ? വാട്ട്? 30യോ? എനിക്കതൊന്നും അൺലോക്ക് പോലും ആയിട്ടില്ല. ഷിറ്റ്. ഓക്കെ, ഇവിടെ ഒന്നും വന്നിട്ടില്ല. ഇല്ലല്ല, ഞാൻ പറഞ്ഞില്ലേ കുറേ ചെയ്യാറുണ്ട്, ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പൈസയ്ക്ക് വേണ്ടി മാത്രം ആ ഈവെന്റ്സ് റിപ്പീറ്റ് കളിക്കും. റൈറ്റ്, ഇൻവൈറ്റ് അക്സെപ്റ്റ് ചെയ്തു. എനിക്കിവിടെ ചെറിയ സാധനം കളക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം വരാം. ഓ കഴിഞ്ഞു. Damn. ഞാൻ പോയി. വാട്ട്? ഡാൻസിങ് കാർ, വാവ്. ക്രോസ് പ്ലേ വന്നാൽ നമുക്ക് ഇരുന്ന് കളിക്കാം മാഡം ബ്രോ. ക്രോസ് പ്ലേ എന്നാ വരുന്നത്? ലൈക്ക് അവർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് നോ, ലൈക്ക് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നൈസ് ഡ്രിഫ്റ്റ് മാൻ. അതൊരു അബദ്ധമായി. ലൈക്ക് ഞാൻ കേട്ടു അങ്ങനെ, ലൈക്ക് അവർ ചെയ്യുമെന്ന് പറയുന്നു. ബിക്കോസ് ഈ സ്റ്റഡിയ 2020 റിലീസ് ആവുമല്ലോ, അന്നേരം അവർ ചെയ്യുന്ന പറഞ്ഞേക്കും. ലാംബോ ആണ്. അതെ ബ്രോ, ഞാൻ ലാംബോ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
കുറച്ചുകൂടി കൺട്രോൾ ഉണ്ട് ഈ കാർ. പക്ഷെ നൈറ്റിലുള്ള ട്രാഫിക് ആണ് സഹിക്കാൻ പറ്റാത്തത്. പോസ്റ്റൊക്കെ തെറിക്കുന്നു. ആ അതാണ്. തീർച്ചയായും ഞാൻ ഇരിക്കേണ്ടിയായിരുന്നു കേട്ടോ. എന്റെ മേളിൽ കൂടെ കാറ് പോയത്. വെള്ളത്തിൽ പോയി. സ്ട്രൈറ്റ് റോഡ് എനിക്ക് പറ്റുന്നത്, ഞാൻ നൈട്രസ് യൂസ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ടേണിങ്ങിന്റെ അവിടെയാണ്. ഞാൻ നൈട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാ മാപ്പിലേക്ക് നോക്കുന്നത്. ഇവിടെ മാപ്പ് മനസ്സിലാവുന്നില്ല. ഡേ ഓക്കെ ബ്രോ, ഇവിടെ ട്രക്ക് നിപ്പുണ്ട്, പണി തരും. കിട്ടിയല്ലേ? ആ എനിക്ക് കിട്ടണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. ടേണിങ് ഭയങ്കരമാണ്. അത് ആ കാറിന് ഓവർ സ്പീഡാന്ന് തോന്നുന്നു ബ്രോ. കഴിഞ്ഞു. അല്ല നമുക്ക് പോലീസുകാരുണ്ടോ പാർക്കിലില്ല? എനിക്ക് ആക്ച്വലി പോലീസ് ചേസ് ഒക്കെയാണോ വേണ്ടിയത്? കുറച്ച് പോലീസുകാരെ ഒന്ന് പറ്റി. ബ്രോ പുറകെ ഒരെണ്ണമുണ്ട്. വെയിറ്റ്, എനിക്ക് ഓൾറെഡി 3 ആണ്. ഞാൻ ഒരുത്ത ഒപ്പിച്ചിട്ട് വരാവേ. വന്നു. വന്നു. ഓ 2 3 പോലീസുകാർ, 5 പോലീസുകാർ പാക്കിൽ. വാവ് ഓടി. ഞാൻ പോട്ടെ. ഡാം ഫ്രണ്ടിലൊന്ന് 4 പോലീസ്. ഒരു പോലീസ് എവിടെ പോയി? ജമ്പ് ഏരിയ കണ്ടുപിടിക്കണം. ഈ ജമ്പ് റാമ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. അത് യൂസ്ഫുൾ ആണ് ഭയങ്കര. ഇവർ ജമ്പ് ചെയ്ത് ഇവരുടെ കാർ പെട്ടെന്ന് ഡാമേജ് ആവുന്നത്. അത് ശരിയാണ്. അങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ട് മാൻ. ഓക്കെ കണ്ടുപിടിച്ചു പറഞ്ഞ അതിപ്പോ എന്നെ പിടിക്കാൻ ബിസി ആയതുകൊണ്ടായിരിക്കും. എന്റെ ടയർ പഞ്ചറായി. ഡാം സ്പൈക്ക് പണി കിട്ടി. പക്ഷെ സ്പീഡില്ല ഇപ്പൊ. ആണല്ലേ? കഴിഞ്ഞു. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ ഗ്യാരേജിൽ പോയിട്ടൊരു സാധനം ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഞാൻ എടുത്തിട്ടില്ല. അത് പക്ഷെ അതെടുത്ത് കഴിഞ്ഞാൽ മറ്റേത് ഇടാൻ പറ്റില്ല. ഞാൻ കറക്റ്റ് വെള്ളത്തിൽ ചാടി. ഞാൻ എസ്കേപ്പ് ചെയ്താണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഒരു ബെസ്റ്റ് സ്പോട്ടിലാണ് നിൽക്കുന്നത്. ഇവിടെ സൂപ്പറായിട്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാൻ പണ്ട് കുറെ ഗ്ലിച്ച് ചെയ്തോണ്ടിരുന്ന ഇവിടെ. എന്റെ കാർ ഡാമേജ് ആയി. എന്റെ കാർ ഡാമേജ്ഡ്. എനിക്ക് നല്ല ഡാമേജാണ് വന്നേക്കുന്നത്. ഇൻവൈറ്റ് എന്തെങ്കിലും വന്നോ? ഇല്ലില്ല, വന്നിട്ടില്ല. ബ്രോ അയച്ചായിരുന്നോ? ഇപ്പൊ എസ്കേപ്പ് ആവാം. Oh yes.
escaped. ഇൻവൈറ്റ് വന്നോ? വന്നു. Oh yes. Oh shit, he's coming. He's coming. ഇതൊരു ഹൈ ഹിറ്റ് റേസ് ആണ്. Okay. Oh, രക്ഷപ്പെട്ടു. What a timing, man. ജയിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് നോട്ടിഫിക്കേഷൻ ഹീറ്റിലേക്ക് കൊടുത്തില്ലു. വാട്ട് നോട്ടിഫിക്കേഷൻ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട്? 21 people watching. വാവ് ബ്രോ, വാവ്. ലൈക്ക് എനിക്ക് അങ്ങനെ ഒന്നും വ്യൂസ് ഇത്ര കിട്ടിയിട്ടില്ല. ഞാൻ ഈ ഡാമേജ് കാറുമായിട്ടാണോ റേസ് ചെയ്ത്? എനിക്ക് ആക്ച്വലി ലൈക്ക് വ്യൂവേഴ്സ് 11 or മാക്സ് ടു 15 ഒക്കെ വരാറുണ്ട്. GT ആണെങ്കിൽ ഒരു 20 ആ റേഞ്ച് വരും. യെസ്റ്റർഡേ ലൈക്ക് എറർ ഇല്ലല്ലോ, നമ്മുടെ ഈഗിൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോ എൻ്റെ കാർ ഓൾറെഡി ഡാമേജ് ആണ്, ഞാൻ ഇങ്ങനെ റിപ്പയർ ചെയ്യാം. ഷിറ്റ്. ഓക്കെ, എവിടെയെങ്കിലും പമ്പ് ഉണ്ടെങ്കിൽ നന്നാക്കാം. ജസ്റ്റ് പമ്പെല്ലാം കാണുമ്പോൾ പറയണേ. ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഇപ്പോൾ. വാവ്, കോപ്സും ഉണ്ട് ബാക്കിൽ. വാവ്, why Anna, why you calling me? No. Okay. Oh, bro. Damn. I'm dead, man. എനിക്ക് റിപ്പയർ ചെയ്തിൻ്റെ ആയിരുന്നു കാർ. വെയിറ്റ്, അവിടെ പമ്പ് കണ്ടു, ബട്ട് പണി കിട്ടി. എന്ത് കണ്ടിട്ട് ഓടിക്കുന്നത്? വാവ്, പോലീസ്. Down, bro. Okay. Yeah. എനിക്കൊരു പമ്പ് കണ്ടുപിടിക്കണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓഫീസർ, വാട്ട്സ് അപ്പ്? നമുക്ക് പിന്നെ കാണാം. ഞാൻ ഇച്ചിരി ധൃതിയിലാണ് സർ, ചെറിയ വർക്കുണ്ട്. ഏയ് ഇടിക്കരുത് പഗാനി. വാവ്, ഞാൻ ആദ്യമായിട്ടൊരു പഗാനി കാണുന്ന ഗെയിമിലിപ്പോൾ. ഓക്കെ, ഫ്രണ്ടിലൊരു പോലീസ് കാണുന്നുണ്ട്. ഞാൻ എനിക്കൊരു ഫ്യൂൾ ടാങ്കി കയറി വിടും, അതർവൈസ് പണി കിട്ടാൻ സാധ്യതയുണ്ട്. Hi Lina, hi, how are you? McLaren, wow. I knew those others weren't as good as me, but come on. Can you sense some real support? Oh, Koenigsegg ആണ്, McLaren അല്ല. ഓ ഫൈനലി കുറച്ച് റിപ്പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പണി കിട്ടി. വാവ്. ഓക്കെ നൈസ്, നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഈ ഏരിയ ഒന്ന് ആദ്യം പെടട്ടെ. നൈസ്. Now, wow, I'm dead. I'm busted. Damn. Shit. Oh, and the RP എല്ലാം പോവും. Damn. Okay. Yeah, 36,000 പോയി കിട്ടി. Nice, man. That guy, hey bro, what's up, man? Welcome to bro. Steering support വാണെങ്കിൽ പൊളിച്ചേനെ, man. Steering support ആവും ബ്രോ. സാൻഡി ബ്രോ ട്രൈ ചെയ്തായിരുന്നോ? സ്റ്റിയറിംഗ് സപ്പോർട്ട് ആവില്ല അല്ലേ? ഹലോ ബ്രോ. എന്താടാ, ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ആ ബ്രോ, ഇത് സ്റ്റിയറിംഗ് സപ്പോർട്ട് ആവും ഇതില്ല? ഇല്ല, G2 സപ്പോർട്ട് ചെയ്യില്ല. ഇല്ല, ഞാൻ നോക്കിയായിരുന്നു. അയ്യോ, ഇഞ്ചിൻ സൗണ്ട് ലോ ആണ് ബ്രോ. ഇഞ്ചിൻ സൗണ്ട് ലോ അല്ല ബ്രോ, വണ്ടി ഡാമേജ് ആയിരുന്നു ബ്രോ, അതാണ് സംഭവിച്ചത്. ഓ, ഫിനിഷ് ചെയ്തില്ല അല്ലേ? ഇല്ലില്ല, എൻ്റെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ക്രിട്ടിക്കൽ ഇതിൽ ഡാമേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ലാസ്റ്റ് വന്ന് പോയി ഡയറക്റ്റ് ആ ഒരു ഇതുണ്ടല്ലോ. അല്ല, അപ്പൊ മറ്റേ ഡാമേജ് റിപ്പയർ കിറ്റ് ചെയ്തിട്ടില്ല? ഞാൻ ആക്റ്റീവ് ചെയ്ത് ഡയറക്റ്റ് പോയി ഒരു വണ്ടിക്ക് പോയി ഇടിച്ചു. വാവ്, പണി കിട്ടി ബാസ്. കഴിഞ്ഞു വേല, എല്ലാം കഴിഞ്ഞു. ആ ബ്രോ, അത്ര റെപ്പെല്ലാം പോയല്ലോ. ഡാം ബ്രോ, 36,000 ആണ് അവർ കട്ട് ചെയ്തത്. ലൈക്ക് മൾട്ടിപ്ലൈ ചെയ്ത് അറൗണ്ട് സംതിങ് ഉണ്ട്, 100K സംതിങ് അബവ് ഉണ്ടായിരുന്നു. എനിവേസ്, നമുക്കിനി അവസരങ്ങളുണ്ടല്ലോ, എല്ലാം പോയി. ഇറ്റ്സ് ഓക്കെ ഗൈസ്, കുറച്ച് നഷ്ടപ്പെട്ടാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ. ആയിട്ട് സി എവിടെ ഫാസ്റ്റ് ട്രാവലിൻ്റെ ഓപ്ഷൻ ഉണ്ടല്ലോ, നമുക്കതൊക്കെ പാഞ്ഞു പോവാണ്. പ്ലീസ് കണ്ടുപിടിക്കട്ടെ.
0 star. Nice. Very nice. ഈ ഒരു ഏരിയയിലാണെന്ന് തോന്നുന്നു നമ്മൾ കുറച്ച് നേരം ഓടിക്കൊണ്ടിരുന്നത്. Wow, again damaged. Okay. അല്ല ഇനിയിപ്പോ നിങ്ങൾ നൈറ്റിൽ തന്നെ കളിക്കാനാണോ? ആ നൈറ്റിൽ കുറച്ച് നേരം കളിക്കാം. അതോ ഡേ കളിക്കണോ? എനിക്ക് അല്ല ഞാൻ ഓൾറെഡി മറ്റേ ഹീറ്റ് 4 ഹീറ്റ് 5 അതാണ്. അത് ഒരുമിച്ച് അത് തീർക്കണോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യണോ? ബ്രോഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹീറ്റ് ലെവല് ഞാൻ ഓൾറെഡി കഴിഞ്ഞു. ആണെങ്കിൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഹീറ്റ് 4 ആണ്. ഹീറ്റ് 5ലേക്ക് ഒന്നിലേക്ക് പുഷ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എന്ത് വേണം? മതി. എല്ലാം പുതിയ സ്റ്റാർട്ട് ചെയ്യാം. വാ എല്ലാം ബ്രോ റിപ്പയർ കിറ്റ് വെക്കുമേൻ ഓൾറെഡി ഉണ്ട് ബ്രോ. കണ്ടാ റൈറ്റിലോട്ട് കിടപ്പുണ്ട്. ഞാൻ അത് യൂസ് ചെയ്തായിരുന്നു. ഞാൻ കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ചില സമയത്തൊന്നും വർക്ക് ചെയ്യുന്നില്ല. അത് അവിടെ ഇത്ര പെർസെൻറ്റേജ് സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഞാൻ യൂസ് ചെയ്തപ്പോൾ തന്നെ അടുത്തൊരു വണ്ടി ഡാമേജ് ആയി. ഫാസ്റ്റ് ട്രാവലിംഗ്. ഓക്കെ ഞാനൊന്ന് കയറിയിട്ട് വരാൻ പറ്റാ നീയോ? അതാകുമ്പോൾ കാറൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടും. അതർവൈസ് നമുക്ക് പണി കിട്ടും. ബ്രോ ഓൺലൈനാണോ? അതെ ബ്രോ സിരാഗ് ബ്രോ ഓൺലൈൻ കളിക്കാൻ വേണ്ടി. ഡേ കഴിഞ്ഞോ ബ്രോ? ഡേ നമ്മൾ കുറച്ച് കളിച്ചായിരുന്നു. കുറച്ച് പൈസ ഉണ്ടാക്കി. ഞാൻ 300K ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ബട്ട് പൈസ എല്ലാം കഴിഞ്ഞപ്പോൾ 500K സംതിങ് ആയി ബ്രോ. പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ഡേ ടൈമിൽ. യുനോ ബ്രോ ഈ ഗെയിമിൽ കാർസ് കാണിക്കുമോ? യാ ഷോ കാണിക്കുന്നതായിരിക്കും. എൻ്റെ കാർസ് കാണിക്കാം. ഞാൻ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? യുനോ എനിക്ക് 12 കാർസുണ്ട്. ഒന്ന് BMW i8 കിടപ്പുണ്ട്. ആൻഡ് നമ്മുടെ പോർഷെ കിടപ്പുണ്ട്. 911 Carrera RS 6 കിടപ്പുണ്ട്. പിന്നെ BMW M3 കിടപ്പുണ്ട്. ഇതെനിക്ക് എൻ്റെ ഒരു എക്സ്ബോക്സ് ഫ്രണ്ട് പറഞ്ഞിട്ട് മേടിച്ചാണിത്. പിന്നെ വേറെ മെഴ്സിഡീസിൻ്റെ C63 കിടപ്പുണ്ട്. അതും കൂപ്പാണ്. പിന്നെ BMW ഇതൊന്നും ആർക്കും അറിയാത്തൊരു ലൈക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാറാണല്ലോ. M3 GTR എന്ന് പറഞ്ഞ നീഡ് ഫോർ സ്പീഡിലെ ഓൾഡ് കാർ തന്നെ. അത് തന്നെ. ആൻഡ് ഒരു മസ്താങ് കിടപ്പുണ്ട് 65. ആൻഡ് ഒരു റാപ്റ്റർ കിടപ്പുണ്ട്. നമ്മുടെ സ്കൈലൈൻ GT 6 കിടപ്പുണ്ട്. ആൻഡ് പോർഷയുടെ ഒരു 911 GT3 കിടപ്പുണ്ട്. ലാൻസർ 2 കിടപ്പുണ്ട്. എവോ ആണ്. 2 സെയിം ആണ്. ഒന്ന് എക്സ്ബോക്സും PS4 എഡിഷനാണ്. 2 കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കോർവെറ്റ് കിടപ്പുണ്ട്. ഇത്ര കാശേ ഉള്ളൂ. ബാക്കിയുള്ള എടുത്താൽ കൊള്ളാമെന്നുണ്ട്. കുറച്ച് പൈസ ഉണ്ടാക്കണം എനിക്ക്. ആൻഡ് എന്നിട്ട് നമുക്ക് ചെയ്യാം. ആയിട്ട് നൈറ്റല്ലേ സ്കാ ബ്രോ അത് റിപ്പയർ കിറ്റ് അല്ലല്ലോ. വാട്ട് അല്ലേ റിപ്പയർ കിറ്റ്? അതല്ലേ റിപ്പയർ കിട്ടല്ലേ നമ്മുടെ ഇതിൻ്റെ സൈഡിൽ വീഴുന്നത്? എനിക്ക് തോന്നുന്നു ലൈക്ക് അതാണോ. ഓക്കെ ബ്രോ പുറത്തിറങ്ങി ബ്രോ. ലോഡിങ് ഇച്ചിരിയാണ്. ഒരു സെക്കൻഡ് ഞാൻ നോക്കട്ടെ. റിപ്പയറിംഗ് കിറ്റ് എന്ത് സംഭവം എന്ന് നോക്കട്ടെ. റിപ്പയർ കിറ്റാണെന്ന് തോന്നുന്നു. വേണ്ട 0 1 സെക്കൻഡ് ഇപ്പോൾ വരാ. പെർഫോമൻസ് അല്ല പെർഫോമൻസ് യാ. ആൻഡ് ഇതിൽ So when are you going to get your own place? Don't listen to him. damage. Yo, where? Repair kit. Okay, here we go. Equip. Maybe I think I equip ചെയ്തിട്ടില്ലായിരുന്നു. Wow. Okay. Eyes bro. Start ചെയ്തോ. യെസ് വാ ഞാൻ പുറത്തിറങ്ങുവാണേ. ഞാൻ റിപ്പയർ കിറ്റ് ഒന്ന് എടുക്കാൻ പോയത്. ഐ തിങ്ക് ഞാൻ വേറെ എന്തോ ഐറ്റംസ് ആണ് അതിൽ വെച്ചത്. അവിടെ സൈഡിൽ കാണിക്കുന്നുണ്ടായിരുന്നു. ഐ തോട്ട് ലൈക്ക് ആക്റ്റീവ് ആയിരിക്കും. ബീസ്റ്റ് ഹീറ്റ് കളിക്കുന്നുണ്ടോ? യെസ് ബ്രോ. പുള്ളി എല്ലാം ഫിനിഷ് ചെയ്ത് എല്ലാ ഗെയിമിൻ്റെ എല്ലാ ഐറ്റംസും ഫിനിഷ് ചെയ്തു. ഭയങ്കര ഫയറാണല്ലോ. What the heck bro? അവനാ ട്രക്ക് ഇടിച്ചിട്ട് ഒറ്റൊരു പോക്ക്. ക്യാം എങ്ങനെയായിരുന്നു ഇതില്?
ഇനി നമുക്ക് ഏതാ നെക്സ്റ്റ് ഇവന്റ് ഉള്ളത്? പറഞ്ഞോ, ഏതുകൊണ്ടും ചെയ്യാം. ഓക്കെ, ഞാൻ നോക്കട്ടെ. എനിക്കാണെങ്കിൽ എല്ലാ റെപ്പ് കുറഞ്ഞ ഇവൻറ്റ്സ് ആണ്. എന്തായാലും നോക്കട്ടെ ഏതൊക്കെയാണെന്ന്. എനിക്ക് മാക്സ് ഉള്ളത് ഐ തിങ്ക് ഒരു 4 ഒരെണ്ണം കിടപ്പുണ്ട്, ന്യൂ ഒരെണ്ണം കിടപ്പുണ്ട്, 33 ഒരെണ്ണം കിടപ്പുണ്ട്. അത് ചെയ്താലോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ ആ ഒരു ഏരിയയിലേക്ക് പോട്ടെ. ബ്രോ, ഈ ക്യാമാണ് കുറച്ചുകൂടി ഇഷ്ടം, കുറച്ച് ഹൈ ആണ്. ചെറുതായിട്ട് ടേൺ ചെയ്താൽ പെട്ടെന്ന് ടേൺ ആയി പോവാണ്. പോലീസ് ഫ്രണ്ടില്. അയ്യോ എന്തെങ്കിലും ഡാമേജ് ആയോ ബ്രോ? ഇല്ലല്ലോ. നമ്മൾ സ്പീഡിൽ പോയി പോലീസ് പിടിക്കുമോ അതോ ഹീറ്റ് ലെവൽ ആയാലും മാത്രമേ ഉള്ളോ? ഇല്ല, ഹീറ്റ് ലെവൽ ആവണം. ഓക്കെ, ഞാൻ കുഴപ്പമില്ല. അത് ഞാൻ പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചത്. നീ പോയി ഇടിച്ചാ വരുമോ? അല്ല, അവരെ ഇടിക്കാതെ പോകാനാണ് എൻ്റെ പ്ലാന്. ഇതാ കിങ് ധക്ക കിങ് ദിക്കർ ഇതെനിക്ക് 33. എനിക്ക് 35 ആണ് കാണിക്കുന്നത്. ബ്രോ സ്റ്റാർട്ട് ചെയ്യും, അതെങ്കിലും കിട്ടട്ടെ. ഐ തിങ്ക് ലൈക്ക് ബ്രോ സ്റ്റാർട്ട് ചെയ്താലും ബ്രോന് 35 ആയിരിക്കും, എനിക്ക് 33 ആയിരിക്കും. കാണിക്കുന്നതല്ലേ കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ, നമുക്ക് ട്രൈ ഒന്ന് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കാം എത്ര കിട്ടും നോക്കാം. ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യും. എനിക്ക് വന്നില്ല ഇതുവരെ ആയിട്ട്. 1 സെക്കൻഡ്, ഞാൻ ഇത് മാറി നിൽക്കട്ടെ. വന്നില്ല? ഇല്ല, ഇനി ഇന്ന് ഇൻവൈറ്റ് ചെയ്താൽ ഒന്നുകൂടി. ഓക്കെ, ഞാൻ ഐ തിങ്ക് ഞാൻ സ്റ്റാർട്ടിങ് ഏരിയ നിന്നതുകൊണ്ടായിരുന്നു തോന്നുന്നു. കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് വന്നാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചാലഞ്ച് പാർട്ടി. ഞാൻ വന്നു. നൈസ്. ഓക്കെ, ഞാൻ ഈ കാർ തന്നെയാണ് കീപ്പ് ചെയ്യുന്നത് മാൻ. നമുക്ക് വേണമെങ്കിൽ ഇന്ന് 50 ആക്കാം, വിഷയമൊന്നുമില്ല. ഓക്കെ, ലൈവ് ചെയ്യുമ്പോൾ പറയാൻ ഫുൾ സപ്പോർട്ടാക്കി മാൻ. പുള്ളി ഡെയിലി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സ്ട്രീം ചെയ്യാറുണ്ട് ബ്രോ ഗൈസ്. ഇന്നും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബീസ്റ്റ് മുത്താണ്. അല്ലല്ല, ബീസ്റ്റ് നമ്മുടെ സ്വത്താണ്. ബീസ്റ്റ് കട്ടപ്പൊളി. ബീസ്റ്റ് ബ്രോ നെയിം ചേഞ്ച് ചെയ്ത് ബീസ്റ്റ് ആക്കുമേ. ബീസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ചാനലുണ്ട് ബ്രോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. മിസ്റ്റർ ബീസ്റ്റ് വേറെ ഒരെണ്ണമുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ബൈ. ലാസ്റ്റ് എൻ്റെ കാർ ഡാമേജ് ആയിരുന്നു. ആ പോലീസുകാർ ഇച്ചിരി അഹങ്കാരം കൂടി അന്നേരം, ഇച്ചിരി ലെവൽ കൂടിയതാണ്. സോ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും, ബട്ട് ഇറ്റ്സ് ഓക്കെ. ഇടിക്കരുത് സഹോദരന്മാരെ, ഇടിക്കരുത്. ഏയ് നിസാൻ GTR, വാട്സ്ആപ്പ് പോയിക്കോട്ടെ മാൻ. വാട്ട് നോ? ഓക്കെ, ട്രാഫിക്. പോലീസുകാർ പിന്നാലെ ഉണ്ടല്ലോ. വീട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ചേസ് ചെയ്യാത്തത്. എനിക്ക് ട്രാഫിക് ഭയങ്കര ഇഷ്യൂ ആണ്. വണ്ടി എടുത്ത് മാറ്റി സഹോദര. ഞാൻ കറക്റ്റ് സമയത്ത് ബ്രേക്ക് പിടിച്ചത്, വണ്ടി കയ്യിൽ നിന്ന് പോയി. Bye. See ya. 46% ഇപ്പോഴയോ മിസ്റ്റർ ലക്കി. നൈസ്.
മോർ ഓക്കെ, ബാക്കി നമുക്ക് ബിൽഡ് ചെയ്താം. ഹാൻഡ് ബ്രേക്ക് വേണ്ടായിരുന്നു, പണി കിട്ടി. തൊട്ട് വന്ന് വരുന്നുണ്ട്. എനിക്കിതുവരായിട്ട് ബ്രോ ഹീറ്റ് ലെവൽ ഒന്നുപോലും ആയിട്ടില്ല. എന്താണ് പോലീസുകാർക്ക് തന്നെ വേണ്ടേ? വാവ് വാവ്, രണ്ടിടി. Thank you. 40,000 bro, 40,000. Wow. നല്ലത് കിട്ടി കേട്ടോ. ഓക്കെ, ഇപ്പം ആയിട്ടുണ്ട്. ഇവിടെ ബ്രോ ഇവിടെ കാണാനില്ലല്ലോ. എവിടെ പോയി? കണ്ടു 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 കണ്ടു. യാ MG-യിലെ പിള്ളേരെല്ലാരും കൂടെ സ്ട്രീമിലോട്ട് വന്നിട്ടുണ്ട്. MG ഗ്രൂപ്പിലെ പിള്ളേരെല്ലാരും കൂടെ സ്ട്രീമിലോട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ശരി. ഓ വാൾക്കനോ? വാൾക്കനെ വാട്സ്ആപ്പ് ഫോർസാ വീട്. വാവ്. വാർ മെഷീൻ വാട്സ്ആപ്പ് മാൻ. കുറേ എല്ലാം കണ്ടിട്ട് മാൻ. ആ പോലീസ് ഫ്രണ്ടിലുണ്ടോ? പോയി പണിഞ്ഞാലോ? അതോ നെക്സ്റ്റ് ഈവനിലേക്ക് പോകണല്ലോ ബ്രോ. എനിക്ക് നല്ല പൈസ കിട്ടി കേട്ടോ, ലൈക്ക് അറൗണ്ട് 40. നൈസ്. ഇനി എങ്ങോട്ടാ? ഇനി നെക്സ്റ്റ് ഞാൻ ഒരെണ്ണം നോക്കട്ടെ, ഏതാ ചെയ്യാനുള്ളത്. ഓ ഡിസ്കവറി ഇത്തിരി സീനാണ്. 21-ന്റെ ഒരെണ്ണം കിടപ്പുണ്ട്. വാ, പോലീസിന്റെ അടുത്തുണ്ട്. എന്നെ കണ്ടില്ല ഇതിനായിട്ട്. കണ്ടു. അയ്യോ, ഓടിക്കോ ഓടിക്കോ. ഷിറ്റ്, ഒന്ന് പോ സാറേ. ഹീറ്റ് ലെവൽ 3. ഹീറ്റ് ലെവൽ 3യോ? Someone's on a mission to piss off the ആ മുങ്ങട്ടെ ആദ്യം. ബ്രോ എല്ലാം ബ്രോനെ പിടിക്കാണല്ലോ നടക്കുന്നത്. എസ്കേപ്പിംഗ്. The driver took out my car. Get out there and find that damn car. എസ്കേപ്പ് ചെയ്തു കേട്ടോ. ഓക്കെ, ഇതിലെ നമ്മുടെ ഇഞ്ചൻ ഓഫ് ആക്കുന്ന എങ്ങനെയായിരുന്നു ബ്രോ? L1 സ്ക്വയർ എന്നൊക്കെ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇപ്പം വരാവേ. ബ്രോമാർക്ക് എന്തോ ചെറിയ പണി കൊടുത്തിട്ട് കൂടി വരാം. ബൈ. What's up with this fool inside his bag? വണ്ടി ഡാമേജ് ആയോ? I could have sworn that there were a lot more of us when the night started. Send more units. Reinforced patrol cars dispatch. Now. Subject escaped. They got too far ahead of me. ഓക്കെ, Got eyes on us. പണി കിട്ടി. I'm gonna chew them up and spit them out. ഞാൻ ഓഫ് ചെയ്യാനാണ് നോക്കിയത്. Spike strip yourself. Down to simulator. സി യു. ഓ ഡോജുമായിട്ടൊക്കെ ഇറങ്ങിയേക്കുന്ന വൃത്തിട്ടവന്മാർ. The barricades didn't do jack shit. എടാ ക്രാഷ് ചെയ്യടാ അവരെ. ചെയ്യുന്നുണ്ട്. എൻ്റെ ഡാമേജ് കണ്ടോ? അതാണ് പിന്നെ ഞാൻ തൊടാത്ത അമ്മമാർ അധികം. അവന്മാർ എനിക്കിട്ട് പണിയാൻ നടക്കുന്നു. ഓക്കെ വാ. വാവ്,
Not today, sir. Next time. Does anyone have an update yet? Okay, so ഞാൻ എൻ്റെ റിപ്പയർ കിറ്റ് ഇവിടെ യൂസ് ചെയ്തു. ഇവിടെ എവിടെയാണ് ഇപ്പം? ഞാനാണ് ഈവൻറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് ഒരു മാപ്പ് കാണിക്കുന്നുണ്ടല്ലോ ഇതിൽ. At this point, they're so far ahead, there's no way I can catch them. Hey, what's up, Infinity? That was a pretty good vehicular sucker punch. Wow. Sure. Finally, we've got a vehicle that can compete with the suspect. എത്ര ഉണ്ട്? 5 എണ്ണം. ഓക്കെ. Hey, how about some എൻ്റെ ലെവൽ കൂടുന്നില്ലല്ലോ. 3 വരെ എത്തിയിട്ടുള്ളൂ. wait out here? I've checked and I can't find anyone who could be bothered to help you if you're on your own. I can't catch the suspect. I see you, man. Fine. There's anyone lazing around the station, tell them to get out here and help. We don't have spare units. Okay. Deal with it. സമാധാനമായി. Hey, just FYI, we're dropping spikes on the road up ahead. Copy that. Suspect's no longer in sight control. രക്ഷപ്പെട്ടു. Check everywhere. ബ്രോ എങ്ങനെ എഞ്ചിൻ ഓഫ് ആക്കുന്നത്? L1. ഓക്കെ, കണ്ടു, കിട്ടി. ഓക്കെ ബോസ്. എനിക്ക് എങ്ങോട്ടോ L1ഉം ഇതും. ഓക്കെ, നമുക്ക് കുറച്ച് അടുത്തുള്ള ഈവൻ്റ് ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു. ഒരു 34ൻ്റെ ഒരു തൊട്ടടുത്ത് കിടപ്പുണ്ട്, അത് ചെയ്യട്ടെ. പോയിട്ടെ വണ്ടി ഒന്ന് തിരിച്ചാൽ മാത്രം മതി. Terminating the pursuit, you guys gotta do better than this. Confirm control. Shutting down. ഹലോ, ആ ബ്രോ വാ സ്റ്റാർട്ട്. ഒരു 34 അതല്ല വെയിറ്റ്, ഒറ്റ ഉണ്ടെന്ന് വെയിറ്റ്. ഹൈ ഹീറ്റ് റേസ് ഉണ്ട്. ഉണ്ടോ? ആ ഓക്കെ 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 അതിന് ഞാൻ അതിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഓക്കെ ഓക്കെ വെയിറ്റ്. ഞാൻ ഇത് ക്യാൻസൽ ചെയ്തിട്ടോ. മറ്റേത് പോലീസ് അടുത്ത പറഞ്ഞു. ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യണം. ബ്രോ അയക്കുമ്പോൾ പറ കേട്ടോ. വെയിറ്റ്, ഞാൻ ഇത് തിരിച്ചു പോട്ടെ മാൻ. വോൾക്കൻ ബ്രോ, ഹായ്, വാട്ട്സ് അപ്പ് മാൻ? ഡാർക്ക് ഡ്യൂഡ്. ആഹാ, എന്താ പരിപാടി ഇവിടെ? എക്സ്ക്യൂസ് മീ, മൈ ടോക്സിക് ബിഹേവിയർ. വാട്ട്? ആരാണ് മാൻ? സന്ദീപ്, ഹായ് ബ്രോ, വാട്ട്സ് അപ്പ് മാൻ? കുറേ പുതിയ കഥാപാത്രങ്ങളെ ഇന്ന് കാണുന്നുണ്ട് മാൻ. ഹലോ, ആ ബ്രോ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ആ സ്റ്റഡി ചെയ്ത് ഞാൻ റെഡിയാണ് മാൻ. ഇത്തവണ എനിക്ക് കുറച്ച് ഹീറ്റും ഉണ്ട് ഓൾറെഡി. ഓക്കെ, വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. GG bro man, thank you bro. ഫിഫ എപ്പോഴാണ് കളിക്കാം മാൻ? ഫിഫ ഇനി നെക്സ്റ്റ് ഡേ ആയിരിക്കും ബ്രോ, മിക്കവാറും ന്യൂ ഇയർ കഴിഞ്ഞിട്ടായിരിക്കും ഇനി പ്ലാൻ. ബിക്കോസ് ഇനി പെസ് ചെയ്യാനോ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം നോക്കാം. ഏയ് അൻവർ ബ്രോ, വാട്ട്സ്ആപ്പ്? ഹായ് ബ്രോ, എന്തുണ്ട്? സുഖമാണോ? കുറേ ആയല്ലോ കണ്ടിട്ട് പാൻ. Ferrari, wow. Nice. Oh, Vista.
Wow, what the heck? വന്ന് ഇടിക്കുന്നു തന്നെ. Nice. പോലീസ് ഉണ്ടോ? Wow. Hi. I mean, hi. Drawn to the attention you've given them. Come on, Oh. prove it, everyone. I want Naren. this time. സാർ ഒരു രക്ഷയില്ല. What the heck is going on? Cops nice. Ground damage. Shit. Oh, 28. Okay, nice. വിട്ടോ. Wow. അതിൻ്റെ ഇടയ്ക്ക് ഡ്രിഫ്റ്റിലും കയറി. എനിക്ക് അടുത്തൊരു പെട്രോൾ പമ്പ് വേണം. എവിടെ അടുത്തുള്ള? അവരും കണ്ടിട്ടുണ്ട്. വെയിറ്റ്, ഞാൻ കൊണ്ട് പോയിട്ട് വരാം. എത്ര പോലീസാണ് ഞാൻ ഇവിടെ? 20 പോലീസ്. 20 അല്ലേ, 10 കാണും എന്തായാലും. നമ്മുടെ പിന്നാലെയോ? ഇതാണോ ഹെലികോപ്റ്റർ ആണോ വരുന്നത്? അല്ല, ഇതൊക്കെ എൻ്റെ ഇഞ്ചിൻ കാണിച്ചതാണ്. ഓക്കെ. പണികിട്ടി. ഞാൻ കറക്റ്റ് വണ്ടി ഓഫാക്കിയത്. പിടിച്ചു. Bro. Okay, see you sir. ഇല്ല പിടിച്ചില്ല, രക്ഷപ്പെട്ടു. ഞാൻ ഇപ്പൊ വരാം. ഞാൻ 2 ജമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. എനിക്കറിയാം അമ്മ ഇടിക്കാൻ വരുമെന്ന്. Excuse me. Y'all can calm down now. I got this. Blocking off the roads around town. Got it. Copy. ഇതിൽ ചേസിങ് ആണോ? ബ്രോനും ചേസിക്കൊന്നില്ലേ? അല്ല, ഞാൻ എസ്കേപ്പ് ചെയ്തു. ഞാൻ ഇപ്പോഴും ചേസിൽ നടക്കുവാണ്. എനിക്ക് 4 പോലീസുണ്ട് ബാക്കിൽ. Suspect is traveling too fast for me to keep കാലം ഒരു സോളോ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസ് തന്നെ പിടിക്കും. ഞാൻ ഇപ്പം രക്ഷപ്പെടും. ബിക്കോസ് ഇവര് വിടാതെ പോകുന്നില്ലല്ലോ. തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ബട്ട് ഇപ്പോൾ ഒരു കോപ്പേ ഉള്ളൂ. ഫ്രണ്ടിൽ കുറെ കാണുന്നുണ്ട്. Get ready. This ride is 100% shock and awe. 710, we're ready to take them down. Ouch! Damn. Heat level 5. Damn. I'm good. Sending out everything they got. Watch yourself. What the heck, bro? Nice. വന്ന് ഇടിച്ചു ബാക്കിൽ. Deploying spike strips in the city. ഓക്കെ, എനിക്ക് ഫ്ലൈ ഏരിയ എവിടെയാണ് ജമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം? Maintain a strong presence on the streets. Backup's on its way. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ. ഇവിടെ റാമ്പുള്ള കണ്ടു. മൂവിങ് ആണ്. Oh really? Let's see sir. We're delivering some spikes in the road ahead. Copy. Requesting some eyes in the sky, Control. Ooh, damn. Helicopter has been dispatched. This
wasn't the plan. Can we get extra help? Alright, I'm done. Let's jump. Excuse me, officer. Soften them up a bit. Whee! I've lost visual on the subject vehicle. If there are any units standing around, get them over here ASAP. Almost lost it. Then. Chase into high gear with some upgraded. Wow. Suspects still. Got a lock on target. Oh, വെള്ളത്തിൽ പോയി. Damn, രക്ഷപ്പെട്ടു. I keep red Come line. on, damn it. Still not going fast enough to catch him. Their next stop is the local junkyard. Busting, not today, sir. Tomorrow. നാളെ. Jump. Shit, they managed to find their way out of it. Holy moly, okay. Suspect's car is in sight. Okay, think. Oh, രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. Turn this into a hide and seek. Go find him. ഓക്കെ എൻ്റെ ഗരാജ് എവിടെ ഇവിടെ അടുത്തുള്ള ഷിറ്റ് അമ്മ ഇപ്പോഴും സെർച്ചിങ്ങിലാണ് ആ ഗരാജ് എവിടെയായിരുന്നു ഡാം സോ ഗരാജിൻ്റെ അടുത്ത് ഫുള്ള് പോലീസാണല്ലോ ബ്രോ ഓക്കെ എനിവേസ് Nobody's got eyes on the suspect, so I'm calling it a wash. കുറച്ചേരത്തേക്ക് ഒന്ന് ഓഫ് ആവട്ടെ ഡാം I'll be ready if they turn up again. Ashin, why? Hey bro, what's up? Thunderbird Gaming. Hello bro, what's up? ബ്രോയുടെ ലൊക്കേഷൻ എവിടെയാണ് ഇപ്പം ബ്രോ എവിടെ നിൽക്കുന്നത് ബ്രോ നോക്കിയിട്ട് കാണുന്നില്ല മാപ്പിൽ എൻ്റെ അടുത്തൊരു ഈവെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ അത് എവിടെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ലൈക്ക് ഇത്തിരി താഴെയായിരുന്നു അത് മേളിലാണ് Start the damn carbon! Oh shit! Damn it! അത്ര ഓടി വെറുതെ ആയിപ്പോ God damn it. Okay man. 3 ലക്ഷമാണ് പോയത്. Damn it. Oh man, മാപ്പ് നോക്കിക്കൊണ്ടിരുന്നു ഷിറ്റ് എല്ലാം പോയി. Chronos, hey bro, what's up? ബ്രോ പബ്ജി കളിക്കാറുണ്ടോ ഇല്ല ബ്രോ ഞാൻ കളിക്കാറില്ല മാൻ റൈറ്റ് ഗെയിമിംഗ് ഹേ ഇല്ല ബ്രോ പബ്ജി കളിക്കാറില്ല പബ്ജി കളിക്കും ഞാൻ എക്സ്ബോക്സിൽ കളി ഞാൻ എൻ്റെ 73,000 അപ്പോൾ എൻ്റെ എന്താണ് കറൻ്റ്ലി ഉള്ളത് Coffee machine's broken. 44 ആയിരുന്നു Kettle if you want. ലൈക്ക് 44 ആണോ എൻ്റെ റെപ്പ് ലൈക്ക് 47 അല്ലായിരുന്നോ യാ എനിവേസ് നമുക്ക് കുറച്ച് കാർ റിപ്പയർ ചെയ്യായിരുന്നു ഇത് ഓൾറെഡി ഞാൻ ഫുള്ള് ചെയ്താണ് ഞാൻ 47 ആകുമ്പോൾ അൺലോക്ക് ആകത്തുള്ളൂ ഓക്കെ എനിക്ക് അൺലോക്ക് ആവാൻ കിടക്കുന്നേ ഉള്ളൂ ഡാം ഡാമേജ് റിഡക്ഷൻ ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടത് ആക്ച്വലി ഹലോ ബ്രോ ഹലോ lost. Let's go. Damn. അൽപൊളി കട്ടപ്പൊളി മാൻ എല്ലാം പൊളിഞ്ഞു മാൻ 2 പ്രാവശ്യം പോലീസ് ഒന്ന് പൊക്കി മാൻ പബ്ജി ലൈറ്റ് പി സി കളിക്കാറുണ്ട് മാൻ കളിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ കളിക്കാറില്ല ബ്രോ നിർത്തി ഞാൻ എൻ്റെ ലാപ്പിൽ ഗെയിംസൊക്കെ ഒന്ന് എല്ലാം നിർത്തി ബ്രോ ഞാൻ കോൺസോളിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലാപ്പ് ആക്ച്വലി എഡിറ്റിങ്ങിനും സ്ട്രീമിങ്ങിനും വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് അടിയാനേ
കുറേ ഇവൻറ്റ് കാണുന്നുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് മോർണിംഗ് ഇവൻറ്റ് കൂടി ചെയ്യാം. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ടായി നല്ലൊരു, അത് ഞാൻ കഴിഞ്ഞാണോ? അല്ല, 34,000 ഇത് തന്നെ. സോ ഇതൊന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. ആൻഡ് അതിനുശേഷം നമുക്ക് തൊട്ടപ്പുറത്ത് പൊളിച്ചു പോകുന്നുണ്ട്. സോ ഇതിൽ ഞാൻ ഡിക്രീസ് ഇത് ഡാമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്ക് ഡാമേജ് കുറച്ച് കുറയും, അല്ല കുറച്ച് കുറയും. ഐ തിങ്ക് ലൈക്ക് എനിക്കിന്ന് 47 ഓൾറെഡി ഉണ്ടായിരുന്നെന്ന്, ആൻഡ് ഇന്ന് 15 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് നോ എനിവേസ് നമുക്ക് 55 ചെയ്യണമെങ്കിൽ എനിക്ക് 72,000 റെപ്പ് വേണ്ടി വരും. ലാസ്റ്റ് ടൈം പോലീസ് പിടിക്കപ്പെട്ടു വെറുതെ ഡാം പോസ് വേണ്ടി കിടന്നിട്ട്. പോലീസുകാർ മോശമല്ല ഈ ഗെയിമിൽ. സമയം എത്രയായി? ഓക്കെ, ഒരു 19 മിനിറ്റ് കൂടി കാണും സ്ട്രീം. ആൻഡ് എന്നിട്ട് ആൻഡ് ചെയ്യാം. ആൻഡ് നാളെ ഞാൻ മിക്കവാറും ഞാൻ പബ്ജി ചെയ്യാനാണ് എനിക്ക് പ്ലാൻ. പബ്ജി കുറേ നാളായി ചെയ്തിട്ട്. നാളെ ഞാൻ പബ്ജി ചെയ്യും. ബട്ട് ഐ എം നോട്ട് ഷുവർ ലൈക്ക് എക്സ്ബോക്സ് ചെയ്യണം PS4 ചെയ്യണമെന്ന് നോക്കട്ടെ. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ബോക്സിൽ PS4 ചെയ്യാം. ഡാമേജ് ഒന്നും ആയിട്ടില്ല. വാവ്, നൈസ്. പോലീസ് ഇവിടെ ഓൾറെഡി ഒരു റേസ് നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ? നിങ്ങൾക്ക് മാപ്പ് കാണാൻ പറ്റില്ല, ബിക്കോസ് ഞാൻ അവിടെ എൻ്റെ ഫേസ് ക്യാം അവിടെ ഇരിക്കുന്നത്. ബട്ട് റേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കറൻ്റ്ലി. ആൻഡ് കുറേ പോലീസുകാർ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ. അത് നല്ല ഫീച്ചർ. ലൈക്ക് നമുക്ക് റേസ് ഇവൻറ്റ്സ് കാണാൻ പറ്റും. ലൈക്ക് ഈവൻ റേസ് പോലീസ് ചേസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ബാക്കിയുള്ള ഗെയിമിൽ അങ്ങനെ ഫീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടില്ല ഓൺലൈനിൽ റേസ് ഇവൻറ്റ്സ് ഒക്കെ. നൈറ്റ് ടൈം ട്രാഫിക് ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ പൊളിയായിരുന്നു. ഈ ഒരു ഇവൻറ്റ് കൂടി കഴിഞ്ഞിട്ടേ ഞാൻ കുറച്ച് റെപ്പ് കൂടി കൂട്ടിയതിന് ശേഷം നമുക്ക് ഓൺലൈൻ മോർണിംഗ് ടൈമിലൊക്കെ പോകാം. കുറച്ച് റേസ് ഒക്കെ അവിടെ കിട്ടും. പോലീസ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് പോകാമെന്ന് കാണാം. ജസ്റ്റ് വാവ്. അതിപ്പോൾ എന്നെ വന്ന് ഇടിച്ചതേ റിയൽ പീപ്പിൾസ് തന്നെ കേട്ടോ, റിയൽ പ്ലേയേഴ്സാണ് ഗെയിമിൽ. പക്ഷേ നമ്മുടെ ഫ്രണ്ട് അല്ലെന്നേ ഉള്ളൂ അവർ. അവർക്ക് എല്ലാം റിയൽ പ്ലേയേഴ്സാണ്. ആയിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫ്ലാങ്കേഴ്സ്. ഓക്കെ, ഇതാണ് ഇവൻറ്റിൻ്റെ നെയിം, ഫ്ലാങ്കേഴ്സ്. ലെറ്റ്സ് ഗോ സ്റ്റാർട്ട് ചെയ്തിട്ട് മാൻ. ആൻഡ് പാർട്ടി, നമ്മുടെ പാർട്ടിയിൽ ആളുണ്ടായി നമുക്ക് പുള്ളി കൂടി. ഹലോ റിയൽ മാൽമാർ, വാട്ട്സ്ആപ്പ്. മാൽമാർ എത്തിയിട്ടുണ്ട് ഇവിടെ. ബ്രോ, ബാ ബ്രോ. ഓക്കെ 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 ഓക്കെ. മാൽമാറോ എന്ത് ചെയ്യും? ഹലോ റിയൽ മാൽമാർ. ഓ യാ, എന്നെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു ബ്രോ. Hi, I am Shiv Prasad. Hey Shiv Prasad, what's up? Online undo bro? Yeah. നൈറ്റ് ഉണ്ട് ചെയ്യാം. നൈറ്റ് ഒരു ഇവന്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മോർണിംഗ് ഒരു ഇവന്റ് കൂടി ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യട്ടെ ബ്രോ? ഞാൻ ലോഡിങ്ങില്ല. ലോഡിങ് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഗാരേജിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ലോഡിങ്ങില്ല. അത് ശരി. അപ്ഗ്രേഡ് എനിക്ക് 44 ആയതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു 47 ആയെന്ന്. എന്നെ ലാസ്റ്റ് ടൈം പിടിച്ചു കേട്ടോ. എനിക്ക് 2-3 വട്ടം പോലീസ് വിളിച്ചില്ല. എന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ കുറച്ച് ഓടിയില്ല, അന്നേരം പോലീസ് പിടിച്ചു. ലൈക്ക് ഞാൻ ജസ്റ്റ് പോസ് വേണ്ടി നിൽക്കുകയായിരുന്നു. നമ്മൾ പെട്ടെന്ന് കയറി വന്നു. ഞാൻ ഇവൻ ലൈറ്റെല്ലാം ഓഫ് ആക്കിയിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഒന്നും പിടിച്ചു ഒട്ടം വരെ. ഓക്കെ, റിവാർഡ് ബോണസ് അപ് ടു 40%. ഓസം സർ, നൈസ്. നെക്സ്റ്റ് എൻ്റെ ചാനലിൽ അൺടിൽ ഡൗൺ ആണ് ചെയ്യാൻ പോകുന്നത്. ബ്രോ ഓസം ഗെയിമാണ് അത്. അവരുടെ തന്നെ ഒരു ഗെയിമാണ് ഞാനിപ്പം കറൻ്റ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് മാൻ ഓഫ് മാഡ് അൺടിൽ ഡൗൺ ചെയ്തവർ തന്നെയാണ് അത് ചെയ്തേക്കുന്നത്. ഓസം ഗെയിമാണ് മാൻ. ചോയ്സസ് ഒക്കെ ചെയ്ത് കളിക്കുന്നത്. മാർട്ടിൻ
ഹോപ്പ്ഫുള്ളി ഇവിടെ ട്രബിളൊന്നും ഉണ്ടാവില്ല എന്ന്. ഇവൻ്റ് കഴിഞ്ഞ ഉടനെ എൻ്റെ ഗരാജിലേക്ക് കയറുന്നതായിരിക്കും. ബിക്കോസ് ലാസ്റ്റ് ഞാൻ 2 പ്രാവശ്യം പോലീസ് പിടിച്ചാണ്. റിസ്ക് എടുക്കണ്ട. റൈറ്റ് ബോയ്സ്. കുറച്ച് വളവും തിരും കൂടുതലായില്ല. Wow. Just wow, what a turn, bro. What a turn. Excuse me, sir. അയ്യോ കറക്റ്റ് ആ വാങ്കാരൻ അവിടെ നടുക്കത് നിർത്തി വെച്ചേക്കുന്നത് വൃത്തിട്ടാൻ. നമുക്ക് മൂവ് ചെയ്തൂടെ? എനിക്ക് കാണുന്നില്ല. ഓക്കെ, ചെക്ക് നമ്മുടെ ബൗണ്ടറീസ് കാണുന്നില്ലായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഏരിയയിലെത്തി. വാവ്, ഇപ്പൊ ഇടിച്ചേനെ. അത് സ്ലോ ആയിപ്പോയി. ഡാം, ചെക്ക് പോയിന്റ് മിസ്സായില്ലല്ലോ, പിന്നെ എങ്ങനെ സ്ലോ ആവുന്നേ? Wow. Hey, Mr. Lambo, come back. Lambo, sir. തേർഡ് ആയിരിക്കും അല്ലേ? നമ്മുടെ 3 ലാപ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഫൈനൽ ലാപ്പ്. യാ, ആ ടേൺ എന്തുവായിരുന്നു? ഡാം, ട്രാഫിക് ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് എനിക്ക് ആ ടേണിങ് 2 പ്രാവശ്യം പണി കിട്ടിയതാ. അതുകൊണ്ട് ഈ തവണ ഇച്ചിരി കുറച്ചുകൂടി നോക്കിയെടുത്തു. ഇതാ ഒരു ടെമ്പോ അവിടെ ഇപ്പോണ്ട്. അല്ല, വാൻ സൂക്ഷിച്ചോണം. ഓക്കെ, പോലീസുകാരില്ല ഭാഗ്യത്തിന്. 41,000. വാവ്, നൈസ് മാൻ. ഉള്ളൂ, നൈസായിരുന്നു. ഓക്കെ, വെയിറ്റ്, ഒരെണ്ണം കൂടി. ഒരെണ്ണം അടുത്ത് കിടപ്പുണ്ട്, അത് ചെയ്യണോ? ചെയ്യാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഒരെണ്ണം കൂടി ചെയ്യാം. പത്ത് പോലീസുകാരടുത്ത് ഈഗിളുണ്ട് 40K. ബ്രോ, പോലീസ് വരുന്നു. സ്ഥലം മാറ്. അമ്മ തപ്പി നടക്കുവാണല്ലോ. ഞാൻ വണ്ടി ഓഫാക്കട്ടെ. ഓക്കെ, അമ്മ പോയി. 2 ഉണ്ട്. വെയിറ്റ്. ഷിറ്റ്, ആണ്ട് പോന്നു. എനിക്ക് ആക്ച്വലി ആ ഒരു ലൊക്കേഷനിലേക്കാണ് പോകാനുള്ളത്. ഓക്കെ, ഇവിടെ അവിടെ എത്തിയാ? ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ഞാൻ അങ്ങോട്ട് ചെല്ലണം. എന്ത് പറ്റി? ചേസ് വന്നോ? ഓക്കെ. ഇവിടെ ഒരു കാര്യം ചെയ്യും. ചേസ് കഴിയുമ്പോൾ പറയാം കേട്ടോ. ഞാൻ ഇവിടെ ഒളിഞ്ഞിരിക്കുവാണ്. പോലീസുകാർ കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വെയിറ്റ്, ഞാൻ ഇവിടെ അകത്തോട്ട് കയറി നിൽക്കാം. ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ. ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തിന്? ലൈക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലേ?
എടാ വണ്ടി സ്റ്റാർട്ടാവണേ. പിന്നെ ഈവന്റ് ഓക്കെ 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 എസ്കേപ്പ് ആയി. നീ ഏതെങ്കിലും ഇൻവൈറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചെയ്യാം. വെയിറ്റ്, ഓഫാക്ക് വണ്ടി ഓഫാക്ക്. വേൻ പോലീസ് ഇത് എൻ്റെ തൊട്ടടുത്തുനിന്ന് പോകുന്നുണ്ട്. ഓ നോ, നോ ഞാൻ അവിടെ ലൈറ്റ് ഓഫാക്കി വെച്ചേക്കുമല്ലാത്. ഇവരെ കാലമടവൊക്കെ എവിടുന്ന് കാണുന്നത്. ഓ വേല അതും പോയി. എനിവേസ് വാ, എല്ലാം പോയി. ഞാൻ അവിടെ വണ്ടി സൈഡിൽ ഒരു ബിൽഡിങ്ങിനുള്ളിൽ കയറി പാർക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. എങ്ങനെ കാണുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ ലൈറ്റ് എല്ലാം ഓഫാക്കി എല്ലാം ചെയ്ത് വെച്ചേക്കണം. ഓക്കെ എനിവേസ് നമുക്ക് ഡേയിലേക്ക് പോവാം. I'm അടുത്ത നൈറ്റ്. ഞാൻ ഈവന്റ് തൊട്ടടുത്ത് നിൽക്കുമായിരുന്നു. ഈവന്റ് തൊട്ടടുത്ത്. ഡേ ടൈം എടുക്കാം. നമുക്ക് കുറച്ച് നേരം കൂടി ചെയ്യാം. ഒരു ഈവന്റ് കൂടി ചെയ്യാം അല്ലേ? അത് കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ ബസ്. 2020 മുതൽ തൊട്ട് ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. വാവ്, റിയലി? എനിക്കങ്ങനെ ഒന്നുമില്ല. ലാസ്റ്റ് ഓഫ് us ചെയ്യൂ മാൻ. അത് എൻ്റെ ചാനൽ ചെയ്തതാണ് ബ്രോ, ഫിനിഷ് ചെയ്തേ ഞാൻ. എൻ്റെ ഗെയിം പ്ലേ ഇതില്ല, പ്ലേ ലിസ്റ്റ് എന്നാൽ മതി ബ്രോ. ഞാൻ വീണ്ടും വന്നു മാൻ. വെൽക്കം ബാക്ക് ബ്രോ. ഡെത്ത് സ്ട്രാൻഡിങ്ങോ? ഇല്ല ഞാൻ മേടിച്ചില്ല. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് ഗെയിം പ്ലേ കണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഉണ്ടല്ലോ, പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 2-3 ചാപ്റ്റർ ഭയങ്കര സ്ലോ ആണ്. ഞാൻ വെറുതെ ഞാൻ അടുത്ത് കളഞ്ഞതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അതായത് തുടക്കത്തില് നമുക്ക് ഈ കുറച്ച് ഒരു പ്രേതത്തിന്റെ സെറ്റപ്പ് ഒക്കെ ആണല്ലോ അതിനകത്ത്. പക്ഷെ അത് ആ ഒരു ചാപ്റ്റർ 3-4 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻവിസിബിൾ പാർട്ടിക്കിൾസിനെ കോമ്പാറ്റ് ചെയ്യാൻ പറ്റിയ വെപ്പൺസും സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഫസ്റ്റ് എന്തോ കുറച്ച് കണ്ടു, എനിക്ക് മനസ്സിലായി ഭയങ്കര ഇതായി കണ്ടിട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗെയിം നല്ല അടിപൊളിയാണ്. ആണല്ലേ? കുറച്ച് കളിക്കണം. കുറച്ച് ലാർജ് ഗെയിം വന്നു, ലൈക്ക് കുറേ ഉണ്ട് കളിക്കാൻ. എത്ര 70-ഓ 80-ഓ അവസം കണ്ടുണ്ടല്ലോ. അത്യാവശ്യം ഉണ്ട് ഗെയിം, അത്യാവശ്യം ഉണ്ട്. ഞാനിവിടെ 30 hours ഉള്ള ഒസാസൻ ക്രീഡ് തന്നെ 1 വർഷം കൊണ്ട് തീർത്ത്. അതുകൊണ്ട് എനിക്ക് മടി പിന്നെ അങ്ങനത്തെ വലിയ ഗെയിംസ് കളിക്കാൻ. പിന്നെ അതുപോലെ തന്നെ മറ്റേ ഗെയിം ഡേയ്സ് ഗോൺ പോലെ തന്നെ സിമിലർ ആണ്. ഡേയ്സ് ഗോൺ പോലെ തന്നെ തുടക്കം നല്ല സ്ലോ ആണ്. ശരി, തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. അതെ, നമുക്ക് ഇനി എന്താണ് ചെയ്യാനുള്ളത്? എനിക്ക് ഈ വണ്ടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അതെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റത്തില്ലേ? ലൈക്ക് അപ്ഗ്രേഡ് ചെയ്യാനോ അല്ലേ? ഇല്ല, ഇതിങ്ങനെ തന്നെയാണ്. ഡിസൈൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെർഫോമൻസിൽ ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. വിഷ്വൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇനിയിപ്പോ എന്താ, ഒരു 30 സോണിക്ക് കളിക്കാനാണോ? അത് എടുക്കാൻ എനിക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിക്കൊള്ളാം. 75K man. എനിക്കതൊന്നും അൺലോക്ക് ആയിട്ടില്ല. എനിക്കിത് ചെയ്യണം ഓരോന്ന് കളിച്ച്. ഒരു ഡ്രാഗ് നോക്കണോ? ഡ്രാഗ് നോക്കാം. ബാ, എവിടെ നിൽക്കണ്ടേ? നമുക്ക് ഹൈവേ പോണോ അതോ? ഓ യാ, നമ്മുടെ സ്റ്റേഡിയം പോലെ ഉള്ള സ്ഥലമോ? സ്റ്റേഡിയത്തിൽ പോണോ? അല്ലെങ്കിൽ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് വിട്ടായോ? മതി. വെയിറ്റ്, ഞാൻ വണ്ടി ഒന്ന് നേരെ ആക്കിക്കോട്ടെ. ആ ലൈനിന് എവിടെ നിൽക്കാമല്ലേ? ഏതായാലും ഈ BMW ഭയങ്കര ശല്യമാണല്ലോ. ഓ വെയിറ്റ്, ഞാൻ ഫോർസ അത് വിചാരിച്ചിട്ട് എപ്പോഴും നൈട്രസാണ് യൂസ് ചെയ്യുന്നത്. അല്ല, നൈട്രസ് യൂസ് ചെയ്യണ്ട. നൈട്രസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ഞാൻ ഫോർസ കളിക്കുമ്പോഴേ നമ്മൾ ഹാൻഡ് ബ്രേക്ക് അല്ലേ കൺട്രോളല്ല. സോ ഞാൻ എപ്പോഴും പ്രസ് ചെയ്യും. അപ്പോൾ ഇതിൽ നൈട്രസ് ആണത്. എക്സ് അതുകൊണ്ടാണ് ചെറിയ പണി കിട്ടുന്നത്. ഓക്കെ, എനിവേസ് റെഡി അല്ലേ? അപ്പോൾ 1 2 3 പറയുമ്പോൾ നമുക്ക് പോവാം അല്ലേ? വെയിറ്റ് 1 2 3 പറയുമ്പോൾ പോയേ. ഓക്കെ, വെക്കാം. നിക്കട്ടാ, ഞാൻ അലൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, തെറ്റായില്ലല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്യും. 3 പോക്കോ. ഓക്കെ, 1 2 3. നല്ല പിക്കപ്പ് ആണല്ലോ സാധനം. എത്ര സ്പീഡിൽ കയറും നോക്കാം. എന്നെ ഓർത്ത പോലെ ഇടിച്ച്.
അവന്റെ വീഡിയോയില് ഞാൻ ഒരു മരത്തില് പോയി. ഓ ഡാം നൈസായിരുന്നു. ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി അൾട്ടിമേറ്റ് പാർട്സ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ബ്രോ ഓഫ് റോഡിന് ഏത് കാറാണ് യൂസ് ചെയ്തത്? ഓഫ് റോഡിൽ എനിക്ക് ഞാൻ ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ 4 കാർ വെച്ചിട്ടാ കളിച്ചേ. ഡീലക്സിന്റെ കൂടെ കിട്ടിയതോ? ആ ഡീലക്സിന്റെ കൂടെ കിട്ടിയത്. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർവെറ്റ് തന്നെ ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചിട്ട് ഓഫ് റോഡ് ഫില്ല് ഉണ്ടാക്കി. അത് ശരി. അങ്ങനെ കോർവെറ്റ് നമുക്ക് എത്രണ്ണം വേണമെങ്കിൽ ക്ലെയിം ചെയ്യാലോ ഫ്രീ ആയതുകൊണ്ട്. അത് ശരി. ഞാൻ ലൈക്ക് തൊട്ടിട്ട് പോകുന്നില്ല. വായനായി ഹേ ബ്രോ വാട്ട്സ് മാൻ. എടാ ബ്രോയിൻ്റെ സെറ്റപ്പിൽ ഉള്ള ലൈറ്റ് പ്രൈസ് എത്രയാണ് ബ്രോ? ആമസോണിൽ മേടിച്ചാണ് ബ്രോ. അത് വളരെ ചീപ്പാണ് ബ്രോ. സംതിങ് ബ്രോ ബ്രോ ആണ് ലൈക്ക് ചെയ്തു. വളരെ ചീപ്പാണ് ബ്രോ. 150 സംതിങ്ങേ ഉള്ളൂ അതിന്. ഞാൻ കുറേ നാളായില്ലേക്ക് മേടിച്ചിട്ട്. അതിന് ശേഷമാണ് പിന്നെ സെറ്റ് ചെയ്യുക. അക്ഷയ് സുരേഷ് ഹേ ബ്രോ. എടം ബ്രോ എന്നെ ഓർമ്മയുണ്ട് അറിയുമോ? ഐ എം ബാക്ക് മാൻ ഗിവ് എ വിനർ. യെസ് ബ്രോ. എവിടെയായിരുന്നു ബ്രോ? എവിടെ പോയി മാൻ? പേരൊക്കെ മാറ്റിയായിരുന്നല്ലോ ഇടയ്ക്ക്. ബ്രോ 150 റുപ്പീസിന് ഇടയിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഗെയിം എന്തൊക്കെയാണ് മാൻ? ബ്രോ GTA ഉണ്ടായിരുന്നു ബ്രോ. GTA ബ്രോ മേടിച്ചാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അന്ന് എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നല്ലോ. അല്ല ബ്രോ അല്ല മേടിച്ചായിരുന്നു. 1500 ഇടയ്ക്ക്. യാ ഏത് ഗെയിമാ? PS4 ആ അത്യാവശ്യം ഗെയിമുകൾ മറ്റേ സെയിൽ വന്നിട്ടുണ്ടല്ലോ. സെയിൽ വന്നിട്ടുണ്ടല്ലേ? ആ ഓൺലൈൻ ബ്രോ. ഓൺലൈൻ സ്റ്റോറി നോക്കിയാൽ മതി ബ്രോ. അതിലുണ്ട് കുറെ PS4 ഓ ആ ലാംബോർഗിനി ആ ജമ്പ് അങ്ങ് എടുക്കായിരുന്നല്ലേ? ബാലറൊക്കെ എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു. മറ്റേ എല്ലാം ഇടിച്ചിട്ടാ പോകുന്നത്. ഇവിടെയായിരുന്നോ ചാടിയത്? ആ ഓക്കെ. അല്ല കുറച്ച് കഴിഞ്ഞിട്ടാണെന്നല്ലേ അല്ലേ? ഇതായിരുന്നു. പറന്നുപോയി. നൈസ്. ഞാനും ആ മതിലെ പോയി ഇടിച്ചു. ഞാൻ അവിടെ ബ്രേക്കേ പിടിച്ചില്ല. സ്ട്രൈറ്റ് റോഡ് വന്നിട്ട് വേണം നൈട്രസ് യൂസ് ചെയ്യാൻ. എന്തുപറ്റി? ഇടിച്ചാ? കൺട്രോൾ കിട്ടുമോ? യെസ് അതെനിക്ക് സംഭവിക്കുന്നത് എപ്പോഴും. അത് മാത്രമല്ല അത് റിയൽ വീൽ ഡ്രൈവാണ് സാധനം. കൺട്രോൾ ചെയ്യിച്ച പാടാ. ഞാൻ നൈട്രസ് യൂസ് ചെയ്ത് പറന്നത് കിടക്കുന്നു വെള്ളത്തിൽ. അയ്യോ ഞാൻ വെള്ളത്തിൽ വന്നു. ടേൺ ചെയ്തില്ല, പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല. ഇത് സ്ട്രൈറ്റ് ആണ്, കുഴപ്പമില്ല, നമുക്ക് പിടിക്കാം. നല്ല സ്പീഡാണ്. ഞാൻ ഹാൻഡ് ബ്രേക്ക് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തല്ലേ പെട്ടെന്ന് സ്പീഡും കുറയും പെട്ടെന്ന്. ചെറിയ ഇഷ്യൂ. പിന്നെ സ്പീഡിലത്തൊക്കെ വരാൻ ഇച്ച പാടാം. സ്ലൈഡ് ചെയ്തു അവിടെ. പെർഫെക്റ്റ് അല്ല. അതെ ഇതിലുണ്ട്. ഞാൻ പക്ഷെ കുറച്ച് നേരത്തെ ബ്രേക്ക് പിടിക്കും ബ്രോ, അതാണ് നിക്കത്തില്ല അല്ലെങ്കിൽ സാധനം. ലാസ്റ്റ് ടൈം ഇവിടെയാന്ന് തോന്നുന്നു ഞാൻ മെസ്ഡപ്പ് ആയത്. ലൈക്ക് എൻഡ് പോയിന്റിൽ വന്ന് ഇനി ഇടിച്ച് കിടന്നു. ഞാൻ ഈ ഓഫ് റോഡിലോട്ട് പോകുമ്പോഴാണ് എനിക്ക് പണി കിട്ടുന്നത്.
അതാ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. റിയൽ വീൽ ആയതുകൊണ്ടാണ് ആ സാധനം കൺട്രോൾ ചെയ്യാൻ പാടില്ല. ലൈക്ക് സ്പിൻ ആവാൻ തുടങ്ങും അല്ലേ? പിന്നെ അവണതിന്റെ മാത്രല്ല, ഇത് പ്യൂർലി റേസ് ബിൽഡ് അല്ലേ? അതെ അതെ. ആ ആ റേസ് ബിൽഡ് ഇതിനകത്ത് ഓഫ് റോഡ് ഭയങ്കര. ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് സെമിയാണ്, റോഡിലും ഹാഫ് ഓഫ് റോഡും അതിനു വേണ്ടി. കാരണം എനിക്കറിയാം, ലൈക്ക് എനിക്ക് നേരത്തെ ഓടിക്കാൻ അറിയില്ല, അതാണ്. ശരിക്കും അതാണ് വേണ്ടത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇട്ട് കഴിഞ്ഞാല് സ്പീഡ് ഇച്ചിരി കുറയും. അല്ലെങ്കിൽ നമ്മൾ ഫുൾ ടൈം ട്രാക്കിൽ തന്നെ നിൽക്കണം, അതാണ്. ആമസോൺ ബ്രോ, ആമസോണിലാണോ ബ്രോ? ആമസോൺ നോക്കുവാണെങ്കിൽ ബ്രോ, ആമസോൺ ലൈക്ക് PS4 ഗെയിംസ് എന്ന് പറഞ്ഞ് നോക്കിയാൽ മതി ബ്രോ. അതിൽ ഓഫേഴ്സ് വരും. ഞാൻ അങ്ങനെയാണ് സാധാരണ നോക്കാറുള്ളത്, ഇപ്പം നോക്കാറില്ല. ഇപ്പോൾ ബിക്കോസ് ഇപ്പോൾ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിൽ തന്നെ ഇഷ്ടംപോലെ നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. സോ അതാണ്. ഫോൺ കേടായി പോയി മാൻ ബ്രോ, ന്യൂ ഫോൺ എടുത്തു മാൻ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ്. ഈസ്റ്റ് ബ്രോ പോയ മാൻ. മിസ്റ്റ് ബ്രോ ഇടയ്ക്ക് വരും ബ്രോ. കീപ് ഹൈ ബ്രോസ് മാൻ. ബ്രോയ്ക്ക് സിഗരറ്റ് സ്മോക്ക് വെല്ലടി വല്ലതും ഉണ്ടോ? ഇല്ല ബ്രോ, ആ പൈസക്ക് ഞാൻ ഗെയിംസ് ഒക്കെ മേടിക്കാം. നൈസ് ബ്രോ, നൈസ്. കഴിഞ്ഞ അപ്പൊ നമുക്ക് നിർത്തിയാലോ? അത്യാവശ്യം ആയല്ലോ. ബ്രോ നിർത്തുവാണോ? നിർത്താം. എത്ര ലക്ഷമായി? എനിക്ക് ലൈക്ക് ഇപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയത് ഞാൻ 2 ലക്ഷം സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കി. ആൻഡ് അതിനുശേഷം ഇപ്പം 2.5 ലക്ഷം വീണ്ടും 4 ലക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പൊ ടോട്ടൽ. ഇന്നത്തെ ടോട്ടലാണോ 4 ലക്ഷം? ഇപ്പം തന്നെ. ബിക്കോസ് ഞാൻ കയറിയപ്പോൾ തന്നെ 300K ആയിരുന്നു, ഇപ്പോൾ 500K ഉണ്ട്. ബട്ട് ഞാൻ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്തു കുറച്ച് മുമ്പേ ആണ് ശരി. ഐ തിങ്ക് ലൈക്ക് ടോട്ടൽ 3 ലക്ഷമാണ്. ബട്ട് എൻ്റെ RP പോയതാണ് എനിക്ക് സങ്കടം. ഫസ്റ്റ് പോയത് പോട്ടെ, ഓക്കെ, എൻ്റെ ഇത് വെച്ചാണ്. ലൈക്ക് 2 പ്രാവശ്യം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടാണ് എൻ്റെ പോയി പിക്ക് ചെയ്തത്. 3 പ്രാവശ്യം പിടിച്ചു. 3 പ്രാവശ്യം പിടിച്ചു. അതിൽ ഫസ്റ്റ് ഓക്കെ അവന്മാർ നമ്മളെ ക്യാച്ച് ചെയ്ത് പിടിച്ചാണ്. ബട്ട് ബാക്കി 2ൽ ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അകത്ത് ഉള്ളിൽ കയറി നിന്നിട്ടാണ്. ലൈക്ക് ഒന്നിൻ്റെ ഞാൻ മറ്റേ ഫോറസ്റ്റ് പോലത്തെ ഏരിയയിൽ ഉള്ളിൽ കയറി നിന്ന് ലൈറ്റൊക്കെ ഓഫാക്കി ഇരിക്കുകയായിരുന്നു. ആൻഡ് രണ്ടാമതൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറി പാർക്ക് ചെയ്തിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി ഇരുന്ന. എന്നിട്ട് അമ്മ ഒന്ന് പിടിച്ചു. എന്നിട്ട് ഈ പോലീസുകാരുടെ ഫെൻസിൻ്റെ അപ്പുറത്താണ് നിന്ന്. അവനെങ്ങനെ മനസ്സിലാകുന്നത്? കള്ളക്കളിയല്ല, പോലീസുകാരുടെ കള്ളക്കളി മാൻ. എന്ത് ചെയ്യാനാ? ഓക്കെ, കമൻറ്റിലേക്ക് ചേർക്കാം. അപ്പോൾ നെക്സ്റ്റ് ടൈം ഇനി നമുക്ക് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ ഫ്രൈഡേ ഡേയ്സിൽ എനിക്ക് കളിക്കാൻ ആഗ്രഹമുണ്ട്. ബട്ട് ചില ദിവസം ടൈം കിട്ടത്തില്ല, അതാണ് ഇഷ്യൂ. അതാ ലാസ്റ്റ് വീക്ക് നമുക്ക് പറ്റിപ്പോയത്. ഞാൻ മെസ്സേജ് അയക്കാം. ഞാൻ നിർത്താം, സ്റ്റോപ്പ് ചെയ്യണം. ഞാൻ സ്ട്രീമിൽ കുറച്ച് കമൻറ്റ്സ് ഒക്കെ ഒന്ന് റീഡ് ചെയ്തിട്ടെ. എഡം ബ്രോ, എനിക്ക് ഇംഗ്ലീഷ് ഒന്നും നല്ലതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് എന്താ വഴി ബ്രോ? ഞാൻ പഠിച്ചത് കൂടുതലും മൂവീസും സോങ്സും കാര്യങ്ങളൊക്കെയാണ്. ലൈക്ക് അല്ലാതെ ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് ക്ലാസ്സിനൊന്നും പോയിട്ടില്ല. ബട്ട് ഞാൻ നാട്ടിൽ പഠിച്ചപ്പോൾ എനിക്ക് 8th, 9th, 10th മലയാളത്തിന് പകരം എനിക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സ്പെഷ്യൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ടീച്ചേഴ്സൊന്നും ഇല്ല, നമ്മൾ തന്നെ ഒരു ബുക്ക് തരും. ലൈക്ക് ഇത്രയുള്ള വണ്ണമുള്ള ബുക്കാണ്, ചെറിയ ബുക്കായിരുന്നു. ആൻഡ് അതിനകത്ത് കുറേ സ്റ്റോറീസ് ഉണ്ട്, ഗാന്ധിയുടെയും പിന്നെ കുറേ സ്റ്റോറീസൊക്കെ ഉണ്ടായിരുന്നു. ആ സ്റ്റോറി നമ്മൾ വായിച്ച് പഠിക്കുക. ആൻഡ് അതിന് എക്സാംസ് ഉണ്ടാവും. ടീച്ചേഴ്സൊന്നും ഇല്ലായിരുന്നു, നമ്മൾ തന്നെ പഠിക്കണം. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ എനിക്ക് 7 പേരുണ്ടായിരുന്നു ലൈക്ക് മലയാളം ഒന്നും അറിയാത്ത എന്നെപ്പോലെ. സോ ഞങ്ങൾക്ക് അതുകൊണ്ട് മലയാളം സബ്ജക്റ്റ് ഇല്ലായിരുന്നു. അതിന് പകരം സ്പെഷ്യൽ ഇംഗ്ലീഷാണ് തന്നെ. സോ അതിൽ കുറച്ച് വായിച്ച് പഠിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതിൽ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ബട്ട് കൂടുതൽ എനിക്ക് ഞാൻ ഇംഗ്ലീഷ് മൂവീസും സോങ്സൊക്കെയാണ്, ഏറ്റവും കൂടുതൽ സോങ്സാണ് ഞാൻ. അതുകൊണ്ടാണ് ലൈക്ക് എൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ കുറച്ച് മിക്സ് ആയിരിക്കാം. US ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും മിക്സാണ്. അപ്പോൾ ചിലർക്ക് ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ദ ബെസ്റ്റ് വേ ഗൈസ്. നിങ്ങൾ സീരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണുക. ആൻഡ് ഓൾസോ സ്പെഷ്യലി ലൈക്ക് സബ് ടൈറ്റിൽ വെച്ച് കാണുക. കുറച്ച് നിങ്ങൾ കാണുമ്പോൾ സബ് ടൈറ്റിൽ ആദ്യം ചില പ്രോബ്ലം ഉണ്ടാവും. ബട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പിന്നെ അത് ശീലമാവും, പിന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ബെസ്റ്റ് വേ മാൻ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന് പോയി നോക്കും മാൻ. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാലും ഒരു കാര്യം ഞാൻ പറയാം ഗൈസ്, നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോയാലും എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ അത് പഴയ പോലെ ആയിപ്പോവും, ലൈക്ക് വിട്ടുപോകും. ലൈക്ക് അതാണ്. ബിക്കോസ് എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങനെ പോയിട്ടുണ്ട്, അവർക്ക് അങ്ങനെ സംഭവിച്ചില്ല. ലൈക്ക് അവർ പിന്നെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല, പണി കിട്ടി. അതാണ്. ഓൺലൈൻ വീഡിയോസ് ഉണ്ട് മാൻ യൂട്യൂബിൽ. അതും നല്ലൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. ബട്ട് ഞാൻ പറയുന്നത് ലൈക്ക് കുറേ സീരീസ് ഉണ്ട് ബ്രോ. ബെസ്റ്റ് കോമഡി ഒരു സീരീസ് ഉണ്ട്, മൈൻഡ് യുവർ ലാംഗ്വേജ് എന്ന് പറഞ്ഞുകൊണ്ട്. പഴയ ലൈക്ക് 90s 80s സ്റ്റോറീസ് എന്താണ്, അതൊന്ന് കണ്ടു നോക്കട്ടെ. നല്ല ഫണ്ണാണ് സംഭവം. അതുകൊണ്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഒരുപാട് പഠിക്കുകയും ചെയ്യും. നല്ലതാണത്. അതിനകത്ത്
രണ്ട് ഇന്ത്യൻ ക്യാരക്ടേഴ്സും കണ്ടുണ്ട്. നല്ല രസമാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് ചെക്ക് ചെയ്യാം കേട്ടോ. മൈൻഡ് യുവർ ലാംഗ്വേജ് എന്നാണ് സീരീസ്. 350 കിലോമീറ്റർ മാൻ, കമോൺ മാൻ. അത് മാക്സ് ആണെന്ന് തോന്നിയത് എൻ്റെ മാൻ. എനിവേസ് ഗൈസ്, ഞാൻ എന്തായാലും നിർത്തുവാണ്. കുറേ നാളിന് ശേഷമാണ് ഇന്ന് കളിച്ചത്. ആൻഡ് എൻ്റെ കൂടെ കളിച്ചത് സെൻഡ് നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ പുള്ളിയുടെ കൂടെ കളിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫോഴ്സൊക്കെ പുള്ളിയുടെ കയ്യിലുണ്ട്. ഞാൻ ഇതിലോട്ട് കളിച്ചിട്ടില്ല. മേ ബി നെക്സ്റ്റ് ടൈം നമ്മുടെ കൂടെയൊക്കെ വരുമായിരിക്കും. കോപ്പ് പോലീസില്ലേ മാൻ, ബ്രോ ഉണ്ടായിരുന്നു. ആ എല്ലാ കുളമായി മാൻ. പോലീസുകാരെന്നെ നമ്മളെ ചതിച്ചു, നമ്മൾ പൊക്കി മാൻ. Bro buddy, hey bro, what's up man? Sachin Venugopal man, thanks for this up bro, thank you so much man, awesome support man. Okay man, thanks. Wow, just ഒന്ന് ട്രൈ ചെയ്യും man. ഞാൻ സീരീസാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണാറില്ല കേട്ടോ. ഇപ്പം ഞാൻ കൂടുതലും ഗെയിംസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ ഗെയിംസിലൂടെ നമുക്ക് കുറച്ച് പഠിക്കാറുണ്ട്. സബ് ടൈറ്റിൽ നോക്കിയാൽ മതി. അതുകൊണ്ടാണ് മോസ്റ്റ്ലി ഞാൻ സബ് ടൈറ്റിൽസ് ഓൺ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ റീഡ് ചെയ്താൽ മതി, അതാണ്. ബട്ട് ചില വാക്കുകൾ എനിക്ക് മനസ്സിലാവത്തില്ല, ഏനോ ചില വാക്കുകൾ നമ്മൾ പിന്നെ അത് ഡിക്ഷണറി പോയി നോക്കിയാൽ മതി, അതാണ്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഒക്കെ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. എന്നാ ബെസ്റ്റ് സംഭവമാണ് മാൻ. ബ്രോ ബഡി, ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ. നിർത്തില്ലേ ബ്രോ? ഞാൻ ബ്രോ സമയമായി ബ്രോ. എനിക്ക് ഫുഡും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല ബ്രോ. സെറ്റ് ചെയ്യണം. 10 മണി ആയതേ ഉള്ളൂ ഇവിടെ. ആൻഡ് ഒരു 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ എടുക്കും ബ്രോ. ഞാൻ എന്തായാലും നാളെ വരും ബ്രോ. ഡോൺ വറി. നമ്മുടെ ഗെയിം അല്ലേ ബ്രോ? ഗെയിമാണ്. അതെ ബ്രോ, കറക്റ്റാണ്. യശ്വിൻ ബ്രോ, വാട്ട്സ് അപ്പ്. മൈ ടൈം, അതെന്താ സംഭവം? ബ്രോ ബഡി, ഹേ ബ്രോ, വാട്ട്സ് അപ്പ് മാൻ ബ്രോ. മോട്ടിവേഷൻ ആഡം ബ്രോ. യാ ബ്രോ, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് കേട്ടോ. ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സോഫ്റ്റ്വെയർ കോഴ്സസ് പിന്നെ ITI കണ്ടായിരുന്നു. യാ, എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ എനിക്ക് ജോബൊക്കെ കിട്ടിയത്. ബട്ട് ഞാൻ അതിലൂടെ എന്നല്ല ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്തത്. ഞാൻ ഇപ്പോഴും ഇമ്പ്രൂവ് ചെയ്യുന്നത് ലൈക്ക് കുറച്ച് ആർട്ടിക്കിൾസൊക്കെ വായിക്കാറുണ്ട്. അതും ഗെയിമിംഗ് കണ്ടൻസ് മാത്രം കേട്ടോ. അല്ലെങ്കിൽ മൂവിയിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഞാൻ വായിക്കാറുണ്ട്. അതൊക്കെയാണ്. അതൊക്കെ റീഡ് ചെയ്താൽ മതി, അതും നല്ലതാണ് ഗൈസ്. ആൻഡ് ഡിക്ഷണറി കീപ്പ് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ. ഡിക്ഷണറി എന്തായാലും ഫോണിൽ കാണും നിങ്ങൾക്ക്. സോ അതിനങ്ങ് യൂസ് ചെയ്താൽ മതി, അതാണ് ബെസ്റ്റ്. ഞാൻ പറയാം കുറച്ച് ടൈം എടുക്കും, അറൗണ്ട് 6 months 1 year ഒക്കെ എടുക്കും ഇമ്പ്രൂവ്. ഞാൻ ഇവിടെ വന്ന സമയത്തൊക്കെ എനിക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെ ഇവിടെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ എത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അത്ര നല്ലതാണ്. ഈവൻ ഞാൻ സ്ട്രീമിൻ്റെ ഇടയ്ക്ക് എത്ര പൊട്ടത്തരമൊക്കെയാണ് വിളിച്ചു വരുന്നത്. അതിനോട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനുള്ള പൊട്ടത്തരമാണ്. എൻ്റെ ഓഫീസിൽ ചിലർക്ക് മനസ്സിലാവും. Anyways, Sriya Kutan, okay, good night bros. Hey Mallu Goimer, what's up? Happy New Year Adam bro. Hey man, thank you bro, thank you. And same to you bro. എന്താ ജോബ് ബ്രോ? ഞാൻ ഇവിടെ കൺസൾട്ടൻസിയിലാണ്. എനിക്ക് ജോബ് ടൈറ്റിൽസ് ഒന്നും ഇല്ല. ഞാൻ എല്ലാ ടൈപ്പ് വർക്ക് അവിടെ ചെയ്യാറുണ്ട് മാൻ. മൾട്ടി ടാസ്ക് ആണ്, അതാണ് മാൻ. Ashwin Bobs, hey bro, what's up? So anyways guys, ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. 10 people watching man. If you guys enjoy this video, ഇന്നത്തെ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ ലൈക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഫോളോ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ബെസ്റ്റ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ അവിടെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. സ്പെഷ്യലി ഫോഴ്സ വീഡിയോസ് ചെറിയ ഞാൻ അടുത്ത വാട്സപ്പിലും ചെയ്യാറുണ്ട്. വാട്സപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക്സ് ഞാൻ എല്ലാത്തിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ആൻഡ് ട്വിറ്റർ യൂസ് ചെയ്യുന്നതാണെങ്കിൽ ട്വിറ്ററിൽ ഫോളോ ചെയ്യാം. ആൻഡ് അതിൽ എക്സ്ബോക്സിലോ അല്ലെങ്കിൽ PS4 കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവർ എൻ്റെ ചാനൽ റെക്കമെൻഡ് ചെയ്യാം. ആൻഡ് അവർക്ക് നമ്മുടെ കൂടെ കളിക്കാം. ഞാൻ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ നോക്കുന്നുണ്ട്, അതാണ്. ജി മാൻ, അസുൻജിക്ക് ഹേ ബ്രോ മാൻ. അപ്പോൾ നാളെ കാണാം മാൻ. ഓക്കെ ബാസ്, നാളെ കാണാം. ദാറ്റ്സ് വി കോൾ പ്രോ ഇൻ എവറി ഡിപ്പാർട്ട്മെൻറ്റ്. Wow. Anyways man, thanks for the love guys. And എന്തായാലും ഞാൻ എൻഡ് ചെയ്യാണ് മാൻ. ഓക്കെ, ഞാൻ ക്ഷണിച്ചു. Anyways guys, peace.